മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ LDC ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അവിടെ വെച്ചാണ് സെൻട്രൽ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ എഴുതി സെൻട്രൽ എക്സൈസിൽ ഇൻസ്പെക്ടറായിട്ട് 1978 പൂന കമ്മീഷണറേറ്റിൽ ജോയിൻ ചെയ്തു. 85 കൊച്ചിൻ കമ്മീഷണറേറ്റിലേക്ക് ഇന്റർ കമ്മീഷണറേറ്റ് ട്രാൻസ്ഫർ വാങ്ങി വന്നു. സെപ്റ്റംബർ 2002 സെപ്റ്റംബർ 23 ആദ്യത്തെയും അവസാനത്തെയുമായ പ്രൊമോഷൻ എനിക്ക് കിട്ടി. ഞാൻ അത് 24 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഒരു പ്രൊമോഷൻ കിട്ടുന്നത്. അത് കഴിഞ്ഞൊരു 11 കൊല്ലത്തോളം ഞാൻ സൂപ്രണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്തു. റിട്ടയർ ചെയ്തത് കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് എയർ ഇന്റലിജൻസ് യൂണിറ്റിൽ നിന്നാണ് ഞാൻ റിട്ടയർ ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ആക്ടെക് മാനേജ്മെന്റ് കൺസൾട്ടൻസി എന്ന് പറഞ്ഞ് അവരെന്നെ വിളിച്ചു കൊണ്ടുപോയി. അവിടെ ഒരു 9 കൊല്ലത്തോളം ഞാൻ വർക്ക് ചെയ്തു. പിന്നെ ഞാൻ സ്വന്തമായിട്ട് തന്നെ ഇപ്പോൾ പ്രാക്ടീസ് അവരുടെ വർക്ക് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അവരിങ്ങോട്ട് കൊണ്ടുവരുന്നു, നമ്മൾ ചെയ്യുന്നു. പിന്നെ മറ്റ് പല മേഖലകളിലും പല ചാർട്ടർ അക്കൗണ്ടൻസിൻ്റെ വർക്ക് എടുക്കുന്നുണ്ട്, അഡ്വക്കേറ്റ്സിൻ്റെ വർക്കുകൾ ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ സ്വന്തമായിട്ടുള്ളതും എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഫ്രീലാൻസ് കൺസൾട്ടൻ്റ് ആയിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഞാനൊരു യൂട്യൂബ് ചാനലുണ്ട് എനിക്ക്, ജോയ് CL എന്ന് ക്ലിക്ക് ചെയ്താൽ അത് കിട്ടുന്നതായിരിക്കും. അത് ടാക്സ് മാത്രമല്ല മറ്റ് മേഖലകളും ഒക്കെ കവർ ചെയ്തിട്ടുള്ളതാണ്. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും ചില ടോക്കുകൾ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കും അത് കേൾക്കാം. എനിക്ക് പറയാനുള്ളത്, കാരണം എനിക്കിപ്പോൾ 71 വയസ്സായി. അതുകൊണ്ട് ഇനി പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർത്തിട്ടേ പോകുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇത്രയാണ്. എനിക്ക് 4 മക്കൾ എന്ന് പറഞ്ഞല്ലോ. 2 പേര് ദുബായിലാണ്, 2 പേര് ഒരാളിപ്പോൾ ഇവിടെ തന്നെയുണ്ട്, കുരിയസറ തന്നെ അടുത്ത ഒരു സ്കൈലൈൻ ഫ്ലാറ്റിലുണ്ട്. 3 പേരക്കുട്ടികളാണ്. ദുബായിലുള്ള 2 പേർക്ക് ഓരോ കുട്ടികളുണ്ട്. പിന്നെ ഇവിടെയുള്ള മകൾക്ക് ഒരു കുട്ടിയുണ്ട്, അത് ഇരട്ട പെൺകുട്ടികളാണ്. ഒരാള് ബത്തേരിയില്, അവള് ഇരട്ടയിലെ ഒരുത്തി ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. മറ്റവള് അവിടെ ഇപ്പോൾ ജോലി കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ ബാച്ചിൽ മജിസ്ട്രേറ്റ് ആയിട്ട് ജോലി ലഭിച്ച് ഇപ്പോൾ ബത്തേരി മജിസ്ട്രേറ്റ് ആണ്. അവിടെയാണ് ഇപ്പോൾ അവള് ഉള്ളത്. ഇവളും കെട്ടിച്ചിരിക്കുന്നത് ബത്തേരിക്കാണ്, പക്ഷേ അവള് താമസിക്കുന്നത് ഇവിടെയാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ. കുരിയസ്ര തൃശ്ശൂർ എന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. തൃശ്ശൂര് ടൗണിൽ തന്നെയാണ് ഞങ്ങൾ പൊതുവെ തേക്കിൻകാട് മൈതാനം എന്നറിയപ്പെടുകയും തൃശ്ശൂർക്കാർ പൂരപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 2-2.5 കിലോമീറ്ററാണ് കുരിയസ്രയ്ക്കുള്ളത്. കുരിയസ്ര പള്ളിയുടെ അടുത്ത് തന്നെയാണ് ഞാൻ താമസം. ഇത്രയൊക്കെയാണ് എനിക്ക് എന്നെക്കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ജോയ് സാറിന്റെ പ്രത്യേകത, സാറ് സാമൂഹ്യ കാര്യങ്ങളിൽ വളരെ ശക്തിയായിട്ട് ഇടപെടുന്ന ഒരാളാണ്. എന്ത് കണ്ടാലും പെട്ടെന്ന് പ്രതികരിക്കുകയും ഒക്കെ നന്നായിട്ട് പ്രതികരിക്കും. അത് സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജോയ് സാറെ വെൽക്കം. താങ്ക് യു. അടുത്തത് നമുക്ക് ഒരിക്കലും നമ്മുടെ കൂടെയുള്ളതിൽ അടുത്തൊരു പറയേണ്ട ഒരാൾ നമ്മുടെ സോമൻ സാറാണ്. സോമൻ സാർ അങ്കമാലിയാണ്. സോമൻ സാറെ എനിക്ക് ഒരു പക്ഷേ ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറയുന്നതിനേക്കാളെ കുറിച്ച് നിങ്ങൾക്ക് സോമൻ സാറിനെ കുറിച്ച് നന്നായിട്ട് അറിയും എന്നാണ് എൻ്റെ വിശ്വാസം. പഴയ ബാച്ചിൽപ്പെട്ട ആളുകൾക്കറിയാം, ടാക്സേഷൻ മേഖല നിൽക്കുന്ന ആളുകൾക്ക് നന്നായിട്ട് അറിയാം സോമൻ സാറിനെ കുറിച്ചിട്ട്. കൊച്ചിൻ റിഫൈനറിലായിരുന്നു നേരത്തെ ജോലി. മകളും CS ആണ്, ഫെഡറൽ ബാങ്കിൽ ജോലി ചെയ്യുന്നു. വൈഫ് ടെൽക്കിലായിരുന്നു, ടെൽക്കിൽ നിന്ന് റിട്ടയർ ചെയ്തു. വളരെ എന്താ പറയുക, ഈ ഒരു CA പാഷനായിട്ട് കണ്ടുപഠിച്ച് പിന്നെ ഇൻഡയറക്റ്റ് ടാക്സേഷനിലേക്ക് നേരിട്ട് വന്നുകൊണ്ട് GST തുടങ്ങിയപ്പെട്ടുള്ള നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നേരിട്ട് തുടങ്ങിയപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കൺവീനറായിട്ട്, അതിൻ്റെ ഒരു സ്റ്റഡി ഗ്രൂപ്പിൻ്റെ കൺവീനറായിട്ട് തുടങ്ങി. ഇന്നൊരു പക്ഷേ എനിക്ക് കേരളത്തിൽ GSTയെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് ചോദിക്കാൻ അറിയപ്പെടുന്ന ഒരു ചാർട്ടർ അക്കൗണ്ട് ചോദിച്ചാൽ അത് സോമൻ സാറിന് കഴിഞ്ഞിട്ട് വേറെ ആരെങ്കിലും പേര് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നിരവധി കമ്പനികൾക്ക് വേണ്ടിയിട്ട് പ്രൊഫഷണൽ ആയിട്ട് തന്നെ സാറ് കൊടുക്കുന്നുണ്ട്. ടാക്സ് പ്രാക്ടീഷേഴ്സ് സാറ് കൊടുക്കുന്നുണ്ട്. സാറാണ് നമ്മുടെ മറ്റൊരു മെയിൻ മെൻറ്ററും ശരിക്കും പറഞ്ഞാൽ മെയിൻ ഫാക്കൽറ്റി. നമ്മൾ ഈ ഒരു കാര്യം ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ സാറിൻ്റെ സപ്പോർട്ട് വളരെ കൂടുതൽ. എങ്ങനെ ഈ ക്ലാസ് എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് ജോയ് സാറിൻ്റെ കൂടെ തന്നെ വളരെ കൃത്യമായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടാണ് പോകുന്നത്. ഇൻട്രാക്ഷൻ ഉണ്ട്. വളരെ സ്നേഹത്തോടെ സോമൻ സാറിൻ്റെ ഒരു അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് തന്നെ പോകാം. കാരണം നമുക്ക് പരിചയം എന്ന് പറഞ്ഞാൽ ഫാമിലി മെമ്പറാണ് ശരിക്കും. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് അറിയേണ്ടതുണ്ട്. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പങ്കുവെച്ചത്. ഓവർ ടു സോമൻ സാർ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. എന്നെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ GK സാറ് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ പഴയ ബാച്ചിലിരിക്കുന്ന കുറച്ച് ആൾക്കാർക്കും പ്രീത കണ്ടിട്ട് കുറച്ച് നാളായി. മാത്യു സാറുണ്ട്, പിന്നെ എല്ലാവരും തന്നെ കാണുന്നുണ്ട്, കുറച്ച് പേർക്കൊക്കെ. ഞാൻ
നമുക്ക് എന്തായാലും 1.5 മാസത്തോളം നമ്മളിങ്ങനെ ഡെയിലി കാണാനുള്ളവരാണല്ലോ. അപ്പോൾ കൂടുതലായിട്ട് ഇപ്പം തന്നെ ഞാൻ പറഞ്ഞ നിങ്ങളുടെ സമയം കളയുന്നില്ല. നമുക്ക് വേണ്ടത് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ സാറ് പറഞ്ഞു കഴിഞ്ഞു. ഞാനപ്പോൾ എൻ്റെ ഒരു സബ്ജക്റ്റിനെ പറ്റി നോക്കിയാൽ എൻ്റെ ജോലി സ്ഥലത്തും എനിക്ക് കിട്ടിയിരുന്ന ഇൻഡയറക്റ്റ് ടാക്സ് തന്നെയായിരുന്നു. അപ്പോൾ ആരും എടുക്കാൻ മടിച്ചിരുന്ന ഒരു കാലഘട്ടത്ത് ആരും ജോലി ടാക്സ് ഇപ്പം CASന്റെ കൂടെ തന്നെയാണ് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാലത്ത് ചാർട്ടേഡ് അക്കൗണ്ടൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്യുന്നത് ഡയറക്റ്റ് ടാക്സ് മാത്രമായിരുന്നു. അന്നും ഇൻഡയറക്റ്റ് ടാക്സിലേക്ക് വളരെ ചുരുക്കം ആൾക്കാരുണ്ടായിരുന്നു. അതായത് കസ്റ്റംസ്, സെൻട്രൽ എക്സൈസ്, സർവീസ് ടാക്സ്, വാറ്റ് അതുപോലെയുള്ള കാര്യങ്ങളിലേക്കൊന്നും. അപ്പോൾ അന്നും എനിക്ക് ബൈ ഫോഴ്സ് കമ്പൽഷൻ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഞാൻ ജോലി സ്ഥലത്ത് റിഫൈനറിയുടെ എന്ന് പറയുന്ന മാനുഫാക്ചറിങ് എന്റർപ്രൈസ് ആണ്, മാനുഫാക്ചറിങ് കമ്പനിയാണ്. അവിടെ ഈ ഇൻഡയറക്റ്റ് ടാക്സ് എടുക്കാനായിട്ട് ആരും തന്നെ ഇല്ലായിരുന്നു, മുന്നോട്ട് ആരും വരില്ല. കാരണം അന്ന് ജോയി സാർ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് കൂടി മാത്രമല്ല പറയുന്നത്, സെൻട്രൽ എക്സൈസിനെ എല്ലാവർക്കും പേടിയായിരുന്നു. അന്നത്തെ ഒരു കാലഘട്ടം അങ്ങനെയായിരുന്നു. സെൻട്രൽ എക്സൈസ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു രാജവാഴ്ചയായിരുന്നു. ഇൻസ്പെക്ടർ രാജ് എന്നാണ് അന്ന് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇൻസ്പെക്ടർ രാജ് പല സ്ഥാപനങ്ങൾക്കും ഒരു പേടി സ്വപ്നം തന്നെയായിരുന്നു. പക്ഷേ നമുക്ക് പല റിപ്പോർട്ടുകളും കൊടുക്കുന്നതുകൊണ്ട് സമയബന്ധിതമായിട്ടെല്ലാം ചെയ്യേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ വരുമ്പോഴത്തേക്ക് എന്തിനാ ഇത്രയും ബോധറേഷൻ എടുക്കുന്ന, വേറെ അവന്യൂസ് ഉണ്ട്, അപ്പോൾ അങ്ങനെയൊക്കെ അവിടെ വർക്ക് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് എനിക്കും അങ്ങനെ തോന്നായി ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു നല്ലതിനായിരുന്നു അതെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇന്ന്. അന്നത്തെ എനിക്കൊരു ഞങ്ങളുടെ ഒരാവശ്യം വന്നപ്പോൾ അന്ന് ചെയർമാൻ തന്നെയാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ ഇൻഡയറക്റ്റ് ടാക്സ് നോക്കാനായിട്ട് തന്നെ ഡെപ്യൂട്ടി ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനിന്ന് ഇന്റേണൽ ഓഡിറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പല പല പ്രശ്നങ്ങളും സെൻട്രൽ എക്സൈസ് ഉണ്ടായിട്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥയിലാണ്. അന്നാണ് പിന്നെ എനിക്ക് സെൻട്രൽ എക്സൈസിൽ വരേണ്ടി വന്നത്. ഭാഗ്യവശാൽ അന്ന് സെൻട്രൽ എക്സൈസ് ഞങ്ങളുടെ സിലബസിലൊന്നില്ല. ഇന്നത്തെ CA സ്റ്റുഡൻസ് നോക്കുമ്പോൾ ഇൻഡയറക്റ്റ് ടാക്സ് ഒരു പേപ്പറാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തെന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സേ ഇല്ല, ഡയറക്റ്റ് ടാക്സ് മാത്രമേ ഉള്ളൂ. സെൻട്രൽ എക്സൈസും സർവീസ് ടാക്സും ഒന്നും പഠിച്ചിട്ട് പോലുമില്ല. പക്ഷേ എനിക്ക് ഈ ഇൻഡയറക്റ്റ് ടാക്സ് ആണ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് എനിക്ക് സെൻട്രൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെ പറ്റി അങ്ങനെ ഒരു പ്രതീതി എല്ലാവർക്കും ഉണ്ടെങ്കിൽ പോലും എനിക്കത് വളരെ പോസിറ്റീവായിട്ടാണ് തോന്നിയിരുന്നത്. ഈ പറയുന്ന മറ്റു പല ആൾക്കാരോടും അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരെല്ലാം എഗൻസ്റ്റ് ആണ് അല്ലെങ്കിൽ നമ്മളുടെ ശത്രുവാണെന്ന് കരുതിയിരുന്ന ആ ഡിപ്പാർട്ട്മെന്റിലെ ആളെന്നെ സെൻട്രൽ എക്സൈസ് പഠിപ്പിച്ചു. ഞാൻ ഇന്നും പറയും, അന്നത്തെ ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് കമ്മീഷണർ നമുക്കധികം അപ്രോച്ച് ഇല്ല, പക്ഷെ അതിന് താഴെയുള്ള സൂപ്രണ്ടന്റ് ലെവലുള്ളതും ഇൻസ്പെക്ടർ ലെവലിലുള്ളവരും ഒക്കെ ഇന്നവർക്ക് കമ്മീഷണറായിട്ടൊക്കെ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെയാണ് ഞാൻ ഈ സെൻട്രൽ എക്സൈസ് പഠിച്ചത്. ബൈ ഫോഴ്സ് എനിക്ക് പഠിക്കേണ്ടി വന്നു. അങ്ങനെയാണ്, കാരണം ഇൻഡിപെൻഡന്റ് ആയിട്ട് ജോലി ചെയ്യണം. ഒരു ദിവസം അന്നത്തെ ഞാൻ നോക്കുന്ന 98 കാലഘട്ടത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അന്ന് 500 കോടി രൂപ ഒരു മാസം സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി ആയിട്ട് അടയ്ക്കുന്ന ഒരു സ്ഥാപനമാണെന്ന് വിചാരിക്കണം. അപ്പോൾ അതിൽ ഈ അഡ്വാൻസ് ആയിട്ട് നമ്മളതിനെ കണ്ടുപിടിച്ചിട്ട്, അതായത് ഇൻ അഡ്വാൻസ് ആണ് ടാക്സ് അടച്ചിട്ട് എക്സൈസ് ഡ്യൂട്ടി അടച്ചിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ, സാധനങ്ങൾ വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നാളെ എത്രയാണ് സെയിൽ വരുന്നതെന്നുള്ള കാര്യം നമ്മൾ പല ഡേറ്റയിൽ നിന്നും എടുത്തിട്ട് അതിനൊരു അപ്രോക്സിമേറ്റ് എമൗണ്ട് PLA, പേഴ്സണൽ ലെഡ്ജർ അക്കൗണ്ട് എന്നൊരു അക്കൗണ്ടിലേക്ക് മുൻകൂട്ടി അടച്ച് ഇട്ടിട്ട് വേണം പിറ്റേ ദിവസം മുതൽ രാത്രി 12 മണിക്ക് ശേഷം ഈ പ്രോഡക്റ്റ് റിമൂവ് ചെയ്യാനായിട്ട്. നിങ്ങൾക്കറിയാം, റിഫൈനറി എന്ന് പറയുന്ന പ്രോഡക്റ്റുകൾ ഒരു കാരണവശാലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. പൈപ്പ് ലൈൻ മൂവ്മെന്റ് ഉണ്ട്, ഷിപ്പ് വഴി പോകുന്നുണ്ട്, റെയിൽ വഴി പോകുന്നുണ്ട്, ട്രക്ക് പോകുന്നുണ്ട്. ഒരു കാരണവശാലും നത്തിങ് ഡൂയിങ്, എങ്ങനെ വന്നാലും പ്രോഡക്റ്റ് മൂവ് ചെയ്യണം. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് മാനുഫാക്ചറിങ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്, ടാങ്കെല്ലാം ഓവർഫ്ലോ ആയി പോവും പ്രോഡക്റ്റ് മൂവ് ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ ഹസാർഡസ് ഇൻഡസ്ട്രി പോലെയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത്രയും ഡ്യൂട്ടിയൊക്കെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് അടച്ചു വെക്കുക. ഇനി അതിനകത്ത് ഒരു ലെവൽ വിട്ടിട്ട് ഒരു പെർസെൻറ്റേജ് കഴിഞ്ഞിട്ട് വേരിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരും. 100 കോടി രൂപ നമ്മളിന്ന് അഡ്വാൻസ് ആയിട്ട് അടച്ചു വെക്കുന്നുണ്ടെങ്കിൽ നാളത്തേക്കുള്ള റിമൂവലിന് ചിലപ്പോൾ എത്രയാണ് അത്രയും കോടി രൂപ നമുക്ക് അടച്ചു വെക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് 1 കോടി രൂപയുടെ എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ അതിന് കുറവ് വരും മുകളിൽ നിന്ന്. പക്ഷെ അവർക്ക് ഇതിന്റെ ബുദ്ധിമുട്ടൊന്നും അറിയത്തുണ്ടാവില്ല എങ്ങനെ ഇത് കാൽക്കുലേറ്റ് ചെയ്ത്. ഇനി നാളെ ഷോർട്ട് പേയ്മെന്റ് ആണ്, നമ്മുടെ ഒരു ഡെപ്പോസിറ്റ് അത്ര ഇല്ലെന്നുണ്ടെങ്കിൽ എക്സൈസ് ഡ്യൂട്ടി അടയ്ക്കാതെ സാധനം പോകാനും പറ്റില്ല. അതായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. അതൊക്കെ മാറിയിട്ടാണ് 2000 ആണ്ടോട് കൂടിയാണ് ഇതിനെയൊക്കെ മാറിയിട്ട് നമുക്ക് ടാക്സ് പോയി കഴിഞ്ഞിട്ട് അടച്ചാൽ മതി എന്നുള്ള നിലപാടൊക്കെ വന്നതും മന്ത്ലി പേയ്മെന്റും കാര്യങ്ങളൊക്കെ വന്നതും ഈ അഡ്വാൻസ് ആയിട്ട് PLA ഡെപ്പോസിറ്റ് വേണ്ടാന്ന് വെച്ചതൊക്കെ പിന്നീട് വന്ന ലിബറലൈസേഷൻ കൊണ്ടാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത്, ഒന്നുമില്ലാതാണ് ഞാൻ ഈ GST അല്ലെ ഈ സെൻട്രൽ എക്സൈസ് പഠിച്ചത്. ഒരു ബാക്ക്ഗ്രൗണ്ടും എനിക്ക് ഉണ്ടായിരുന്നില്ല, ബൈ ഫോഴ്സ് പഠിക്കേണ്ടി വന്നു. അതുപോലെ തന്നെയാണ് സർവീസ് ടാക്സ്. 1994 95 ആയിട്ട് സർവീസ് ടാക്സ് വന്ന സമയത്ത് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു സർവീസ് ടാക്സ് എന്താണെന്നുള്ളവരും. അതും പഠിക്കേണ്ടി വന്നു. പിന്നീട് 2016 ഓൺവേർഡ്സ് GST വരും, അതായത് 10-14 വർഷത്തോളം നമുക്ക് GST വരും എന്ന് പറഞ്ഞിരുന്നിട്ട് ഒരു മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ഒരു ലെവലിലുള്ള ആൾക്കാർക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല 2017 ഈ GST വന്ന് ഭവിക്കുമെന്ന്.
കാരണം പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കൂലി വരും എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അവസാനം ഒരു ദിവസം അതും വന്നപ്പോഴെന്തായാലും നമ്മൾ ഹാഫ് പ്രിപ്പയർഡ് ആയിരുന്നു. കാരണം പൂർണ്ണമായിട്ട് ഒരു പ്രിപ്പറേഷനും ആർക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ട്രാൻസിഷൻ പീരീഡ് കൂടി ഞാൻ കണക്കിലെടുക്കണം. അപ്പോൾ എനിക്ക് 3 സെറ്റ് ഓഫ് ഒരു എക്സ്പീരിയൻസ് അവിടെ വരേണ്ടി വന്നു. അതായത് എക്സൈസ് നേരത്തെ ഡയറക്ട് ടാക്സിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് ഇൻഡയറക്ട് ടാക്സിലേക്ക് വന്നു. ഇൻഡയറക്ട് ടാക്സിൽ തന്നെ ഒരു പുതിയ സാധനം വന്നു, സർവീസ് ടാക്സ് വന്നു. അത് രണ്ടും കൂടെ മാറ്റി കഴിഞ്ഞിട്ട് GST വന്നു. അപ്പോൾ എന്ത് പറ്റി? കുറെ പ്രോഡക്റ്റുകൾ വീണ്ടും GST പോയിട്ടില്ല. എല്ലാ പ്രോഡക്റ്റുകളും GST പോയിരുന്നെങ്കിൽ GST മാത്രം മതിയായിരുന്നു. പെട്രോളിയം പ്രോഡക്ട്സിൽ ഒരു 5 പ്രോഡക്റ്റ് GST വന്നിട്ടുമില്ല. അപ്പോൾ എന്ത് വേണം? നമുക്ക് സെൻട്രൽ എക്സൈസും അറിഞ്ഞിരിക്കണം, സർവീസ് ടാക്സും അറിഞ്ഞിരിക്കണം, പാരലലി GSTയും ചെയ്യണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് വന്നത്. അങ്ങനെ ഒരു സ്റ്റേജ് 2019 ആയപ്പം എൻ്റെ വർക്ക് അവിടുത്തെ കഴിഞ്ഞു. ഞാൻ പിന്നെ പ്രാക്ടീസിലേക്ക് വന്നു. പ്രാക്ടീസ് വന്നു കഴിഞ്ഞപ്പോൾ GST തുടങ്ങി കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ 17 എനിക്ക് ഒരു അസൈൻമെൻ്റ് ഒക്കെ വന്നു. അപ്പോൾ അതിലുകൊണ്ട് നല്ല രീതിയിൽ ഒരു ഗിഫ്റ്റായിട്ട് എന്താ പറയുക, ഒരു ചാൻസ്, ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എനിക്ക് കിട്ടുമ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം സെൻട്രൽ എക്സൈസും സർവീസ് ടാക്സിലും അല്ലെങ്കിൽ ഇൻഡയറക്ട് ടാക്സിൽ പ്രാവീണ്യമുള്ള ആൾക്കാരെയാണ് അവർ നോക്കിയിരുന്നത്. CA ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും നോക്കിയിരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ കേരളത്തിലേക്ക് നോക്കിയപ്പോൾ ഒരു മേജർ ഇൻഡസ്ട്രിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ അതിനു മുമ്പും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിരുന്നു. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. അവരൊരു പേര് നോമിനേറ്റ് ചെയ്തു. അക്സെപ്റ്റബിൾ ആണോ എന്ന് ചോദിച്ചു. ഓണററി ഒരു പൈസ പോലും തരില്ല എന്ന് പറഞ്ഞു. നമ്മുടെ സമയത്തിന് തന്നെ വേണ്ടത്ര സമയം സ്പെൻഡ് ചെയ്തിട്ട് വേണം ഇതിനെ സപ്പോർട്ട് ചെയ്യാനും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനും. GST വരുന്നതിന് മുമ്പത്തെ കാര്യമാണ്. അന്ന് 2 മോഡൽ ലോ ഒക്കെ ഉണ്ടായി. അതിനെ മോഡിഫൈ ചെയ്യേണ്ടി വന്നു. ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് 2017 ജൂലൈ ആയപ്പോഴാണ് നമുക്ക് GST ലോ വന്നിരിക്കുന്നത്. അപ്പോൾ GST ലോ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ലോ എന്ന് പറയുന്ന 3ാമത്തെ വേർഷനാണ്. അതിനു മുമ്പ് 2 വേർഷൻസ് ഡ്രാഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വെറ്റ് ചെയ്ത് കൊടുക്കുക. അത് ഓരോ സ്റ്റേറ്റിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, കേരളത്തിലുള്ള സ്റ്റേറ്റ്. അതുപോലെ നമ്മൾ 32ഓളം കമ്മിറ്റികൾ ഉണ്ടായിരുന്നു ഇങ്ങനെ. അപ്പോൾ ഈ നമ്മുടെ സൈഡിൽ നിന്നുള്ള ട്രാക്കിംഗ് മുഴുവൻ ചെയ്തിരുന്നത് ഇങ്ങനെ എനിക്കൊരു കമ്മിറ്റിയിൽ അതിനകത്ത് പങ്കെടുക്കാൻ പറ്റിയത് കൊണ്ടാണ്. അപ്പോൾ GST വന്നത്. അന്ന് മുതൽ നമുക്കില്ലാത്ത എന്താ പറയുന്ന ഒരു പ്രേമമാണ് ഈ GST തോന്നിയത്. അതുകൊണ്ടാണ് നമുക്ക് ആഗ്രഹം ഉണ്ടായത് പഠിക്കണമെന്നും അതിനെപ്പറ്റി മുന്നോട്ട് കൊണ്ടുപോകണമെന്നും. പിന്നീട് വന്നപ്പോൾ പറയുന്ന കുറേ ആൾക്കാർക്ക് ഇത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നു. അപ്പം ഞാൻ നേരെ ഇതിലേക്ക് അങ്ങനെ നിമിത്തങ്ങളിൽ കൂടെയാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ തന്നെയാണെങ്കിലും ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു സെറ്റ് ഓഫ് ആൾക്കാരെ കൂടി എൻ്റെ ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലേക്ക് പെർമനന്റ് അസറ്റ് ആയിട്ട് ആഡ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. കാരണം നിങ്ങളൊന്നും ഒരിക്കലും ഇനി എൻ്റെ ലൈഫിൽ നിന്നും വിട്ടുപോകില്ല. നിങ്ങൾ അതുപോലെ തന്നെ ഈ ഒരു 1.5 മാസത്തെ ഉള്ളെങ്കിൽ പോലും ടാക്സ് കൊച്ചിയെ അതുപോലെ തന്നെ ഒരു ടാക്സ് കൊച്ചി ഫാമിലിയുടെ ഒരു പാർട്ടായിട്ട് മാറുന്നതാണ്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ 1ാമത്തെ ബാച്ചിലുണ്ടായിരുന്ന മാത്യു സാറും അതുപോലെ ഉള്ളവരൊക്കെ ഇപ്പോഴും 7ാമത്തെ ബാച്ചിൽ ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ കുറച്ചു കൂടുതൽ സമയമെടുത്തു. അപ്പം നിങ്ങളെയൊക്കെയാണ് കേൾക്കേണ്ടത്. നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നാലെ പറയാം. GSTക്ക് 174 സെക്ഷൻസ് ഉണ്ട് ഒരാക്ടിന്, 164 റൂൾസും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു സെറ്റ് ഓഫ് കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നിട്ട് നമുക്കൊരു ഹാഫ് പോർഷൻ എങ്കിലും ഈ 1.5 മാസത്തിനുള്ളിൽ പ്രാക്ടിക്കലി നമുക്ക് എന്ത് ചെയ്യണം, അതായത് നമുക്കൊരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒരു പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടോ വേണ്ടത്ര കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് സ്വായത്തമാക്കിയിട്ട് വേണം ഈ പ്ലാറ്റ്ഫോം നമുക്ക് വിടാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ആശംസകളും നിങ്ങൾ ഓരോരുത്തർക്കും അർപ്പിക്കുന്നു. ഞങ്ങളാൽ കഴിയുന്ന, ഞങ്ങൾക്ക് പറ്റാവുന്ന എല്ലാ കോൺട്രിബ്യൂഷൻസും അതിനുശേഷവും ഉണ്ടാകുന്നുള്ള ഒരു അഷുറൻസോട് കൂട്ടിയിട്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമുക്ക് പിന്നീട് കാണാം. ശരി, ഓക്കെ സാർ. താങ്ക് യു സോ മച്ച് സർ. നമുക്ക് പ്രീത ഉണ്ട്, ഫാക്കൽറ്റിയാണ്. പ്രീതയ്ക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ള വി ഹാവ് എ ഗസ്റ്റ് എന്ന് പറയാൻ പറ്റിയ പാർട്ടിസിപ്പൻ്റ് ആണ് മോഹനപ്രിയ. ഷീസ് ഫ്രം ചെന്നൈ. നമ്മുടെ ഒരു ആഡ് എങ്ങനെയോ കണ്ടിട്ട് നമ്മുടെ ഗ്രൂപ്പിലേക്ക് വന്നതാണ്. സോ മോഹനപ്രിയ, ആർ യു ദേർ? Yes, sir. Hi. Can you just introduce then how then she also wanted to join our course actually. Okay, so can you just introduce? Yeah, myself, I'm Mohapriya. I'm from Chennai. Actually, I saw your post in WhatsApp group, so I thought I'm working here. Can you open the video if you can? Actually, right now. Okay, fine. Okay, no issue. Okay. Sorry. Yeah, I'm from BCom background, so I didn't know exactly how these works and all.
So I want to improve myself and I want to educate myself. So that's why Thank I'm you. trying to learn something. Yeah. Yeah. I think for your query that I think Preetha is there. ഞാൻ പ്രീതയെ വെൽക്കം ചെയ്യാണ്. പ്രീത നമ്മുടെ മറ്റൊരു ഫാക്കൽറ്റി മെമ്പറാണ്. തൃശ്ശൂരിൽ നിന്നുള്ള ചാർട്ടർ അക്കൗണ്ടാണ്. എനിക്ക് ഒരു 10-20 വർഷത്തെ പരിചയം പ്രീതയായിട്ടുണ്ട്. ഞാൻ തൃശ്ശൂർ ഒരു കല്യാൺ മൊബൈൽസ് വർക്ക് ചെയ്യുമ്പോൾ 2013 മുതൽ അവിടെ തൊട്ട് വർക്ക് 2013, 13, 14, 24. അതിനുശേഷം അതിന് മുമ്പ് അറിയായിരുന്നു എനിക്ക്. അപ്പോൾ പ്രീത ഉണ്ട്. സോ നിങ്ങളുടെയൊക്കെ പ്രീത പ്ലീസ്. നമസ്കാരം ജോയ് സർ, സോമൻ സർ. നമസ്കാരം. കറക്റ്റ് സോമൻ സാറിന് പിന്നെയും എനിക്ക് ചാപ്റ്ററിൽ 1-2 ക്ലാസ്സിന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു, തൃശ്ശൂർ ചാപ്റ്ററിൽ വന്നപ്പോ. നമസ്കാരം മാത്യു സർ. ഞാൻ എന്റെ യങ്ങസ്റ്റ് സ്റ്റുഡന്റ് ആണെന്ന് എപ്പോഴും പറയാറുണ്ട്. എനിക്ക് പെട്ടെന്ന് ഫെമിലിയർ ആയ ഫേസ് ഞാൻ സംസാരിച്ചു എന്നേ ഉള്ളൂ. എന്റെ ഓൾഡ് സ്റ്റുഡൻസിനൊക്കെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണം. എന്റെ പേര് പ്രീത. ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. +2 കഴിഞ്ഞിട്ട് ഞാൻ CA വന്നതാണ്. 2014 +2 കഴിഞ്ഞിട്ട് ഞാൻ CA ജോയിൻ ചെയ്തു. 2018 ഞാൻ CA കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ പ്രാക്ടീസിൽ തന്നെയാണ്. ഞാൻ ആർട്ടിക്കൽഷിപ്പ് ചെയ്ത സ്ഥലത്ത് തന്നെ പാർട്ട്ണർ ആയിട്ട് എടുക്കായിരുന്നു. തൃശ്ശൂര് വാസു ആൻഡ് ശിവറാം ചാർട്ടേഡ് അക്കൗണ്ടൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോഴും അവിടെ പാർട്ട്ണർ ആയിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ടീച്ചിങ് ഒരു പാഷൻ ആയതുകൊണ്ട് ഇങ്ങനെ സൈഡ് ബൈ സൈഡ് കൊണ്ട് നടക്കാൻ, അത് അത്രയും ഇമ്പോർട്ടൻസോട് കൂടി തന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ടീച്ചിങ്ങും പ്രാക്ടീസോട് കൂടി തന്നെ ടീച്ചിങ്ങും കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ പഠിച്ചതും വളർന്നതും ഒക്കെ തൃശ്ശൂർ തന്നെയാണ്. ഇപ്പൊ ഞാൻ ബേസിക്കലി മാംഗ്ലൂർ ആണ് ഉള്ളത്. എന്റെ മാരേജ് കഴിഞ്ഞിട്ട് എന്റെ ഹസ്ബൻഡ് കമ്പനി സെക്രട്ടറി ആണ്. അപ്പൊ പുള്ളി മണിപ്പാലിലെ എംപ്ലോയ്മെന്റിലാണ് വർക്ക് ചെയ്യാണ്, പ്രാക്ടീസിലല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് മാംഗ്ലൂരിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ പഠിച്ചതെല്ലാം തൃശ്ശൂർ തന്നെയായിരുന്നു. ഇപ്പൊ ഞാൻ എന്റെ ഫേമിന് വേണ്ടി തന്നെ ഇവിടെ റിമോട്ടായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബേസിക്കലി ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിൽ പവറിനെ ആദ്യം അപ്രീഷിയേറ്റ് ചെയ്യണു. എസ്പെഷ്യലി ഒരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല വിൽ പവർ വേണം. പഠിക്കണം എന്നൊരു ആഗ്രഹം തോന്നാനും. ഇപ്പൊ ഞങ്ങൾക്കാണെങ്കിലും കണ്ടിന്യൂസ് ലേണിംഗ് പ്രൊസീജിയർ ഉണ്ട്. CAയുടെ ഭാഗമായിട്ട് പല സർട്ടിഫിക്കേഷൻ കോഴ്സസിനും ഞങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് തമാശക്ക് പറയാറുണ്ട്, ഇനിയിപ്പൊ ക്ലാസ്സിൽ ഇരുന്ന് ശീലമില്ലേ, ക്ലാസ് എടുത്ത് മാത്രമേ ശീലമുള്ളൂ. ക്ലാസ്സിൽ ഇരിക്കാനുള്ളൊരു ടച്ച് വിട്ടുപോയി, നല്ല ബുദ്ധിമുട്ടുണ്ട്. നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അപ്പുറത്തെ ആള് കേൾക്കുന്നത് നമ്മൾ എപ്പോഴും പലപ്പോഴും അങ്ങനെ കാര്യമാക്കാറില്ല. ക്ലാസ്സിൽ ഇരിക്കുമ്പോഴാണ് പിന്നെയും ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കി തുടങ്ങുന്നത്. അപ്പൊ ഈ ഒരു വിൽ പവറിനെ ഞാൻ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യണു. ആദ്യം തന്നെ എല്ലാവർക്കും അവരവരുടെ തിരക്കുള്ളത് തന്നെയാണ്. ഈ 1.5 മാസവും ഇതേ വിൽ പവറോട് കൂടിയിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ചില ദിവസം നമുക്ക് മടി വന്നാലും ഇരുന്നേ പറ്റും, നമ്മുടെ ആവശ്യമായി പോയി, അല്ലാണ്ട് വേറെ രക്ഷയില്ല. അപ്പൊ ആ ഒരു വിൽ പവർ 1.5 months നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അഷ്വർ ചെയ്യണു, ടേക്ക് ഹോം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് കുറച്ച് ടേക്ക് ഹോം ഉറപ്പായിട്ടും ഈ ഒരു 1.5 months ഇതേപോലെ ഒരു ക്ലാസ്സും മിസ് ചെയ്യാണ്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ടേക്ക് ഹോം ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് പഴയ സ്റ്റുഡൻസിനോട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും അറിയാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് കാണാം. ഇനി സോമൻ സാർ പറഞ്ഞ മാതിരി ഈ പല ക്ലാസ്സിലൂടെ നമുക്ക് കൂടുതൽ പരിചയപ്പെടാം. താങ്ക് യു പ്രീത. നമ്മുടെ ക്ലാസ് അറിയാലോ, ഇവർ ഈ കഴിഞ്ഞ സോമൻ സാറ്, ജോയ് സാറ്, പ്രീത, പിന്നെ അതിൻ്റെ കൂടെ ഞാനും ഉണ്ടാവും. നമ്മളാണ് ഈ 4 പേരാണ് മെയിനായിട്ട് നമ്മുടെ ഫാക്കൽറ്റി ആയിട്ടും കൂടെ ഉണ്ടാവുക. നമ്മൾ ഈ യാത്ര തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3-4 വർഷമായി. അതിനു മുമ്പേ പരിചയമുള്ളതാണെങ്കിലും. അപ്പോൾ ഈ യാത്രയിൽ നിങ്ങൾ കാണിച്ച ട്രസ്റ്റിന് ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഇന്നത്തെ ഞാൻ പറയും, ഞങ്ങളെ പരിചയപ്പെടുത്തി തന്നു. ഇനി വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് പരസ്പരം യാത്ര തുടങ്ങുകയാണെന്ന് ഞാൻ പറഞ്ഞു. യാത്ര തുടങ്ങുമ്പോൾ ഇതിൽ കുറച്ച് പഴയ യാത്ര, ഒരു ട്രെയിൻ യാത്രയായിട്ട് നമുക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു എൻജിൻ ഡ്രൈവറും ഉണ്ട്, പിന്നിൽ അത് കാണിക്കാൻ വേണ്ടി ഗാർഡും ഉണ്ട്. ഞാനും സംസാറും ജോയ്സാറും ഒക്കെ ആയിട്ട് മാറി മാറി പച്ചക്കൊടിയും ചുവപ്പുകൊടി കാണിക്കാനൊക്കെ ആയിട്ട് അവിടെ ആളുകളുണ്ട്. അപ്പോൾ ഈ ട്രെയിനിൻ്റെ ഉള്ളിൽ നേരത്തെ കയറി പുറത്തൊക്കെ ഉറപ്പിച്ച കുറച്ച് ആളുകൾ അവിടെ ഉണ്ട്. അത് അവരവിടെ നിൽക്കട്ടെ തൽക്കാലം, നമുക്ക് പിന്നീട് പരിചയപ്പെടാം. പക്ഷെ ട്രെയിൻ കയറി വരുന്ന ഇന്ന് ട്രെയിനിൽ കയറിയ ആളുകളെ ഒന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. നമ്മൾ ഈ ട്രെയിൻ യാത്ര തുടങ്ങുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. പക്ഷെ തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ തുടങ്ങിയെങ്കിലും തിരുവനന്തപുരത്ത് നിന്ന് ആരും
എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അതിൽ യാത്രയിൽ തിരുവനന്തപുരത്തുകാർ ആരും ഇല്ലാന്ന് തോന്നുന്നു. ആരെങ്കിലും ഉണ്ടോ? തിരുവനന്തപുരത്തുള്ളവർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. നമുക്ക് ഈ യാത്രയിൽ ഇന്നത്തെ ഈ ബാച്ച് 7ന്റെ യാത്രയിൽ കൊല്ലത്ത് നിന്ന് നമുക്ക് ഒരാളുണ്ട്, ഷാജഹാൻ. ഷാജഹാൻ, ആർ യു ദേർ? യെസ് സാർ, ഉണ്ട്. ഓക്കെ ഷാജി. ഓക്കെ. അപ്പോൾ കേൾക്കാം. സാർ ഒന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് മുന്നോട്ട് പോവാം പ്ലീസ്. ഓക്കെ സാർ. ഗുഡ് ഈവനിങ് ആൾ. നമ്മുടെ സാർമാരെല്ലാം പരിചയപ്പെട്ട് കുറേയൊക്കെ കേട്ടപ്പോൾ ഉള്ള സന്തോഷമുണ്ട്. നല്ലൊരു പ്ലാറ്റ്ഫോമിലാണ് എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ വളരെയധികം നമ്മുടെ GK സാറിനെ വളരെയധികം അഭിനന്ദിക്കുകയാണ്. എൻ്റെ പേര് ഷാജഹാൻ എന്നാണ്. കൊല്ലം കടയ്ക്കലാണ് എൻ്റെ സ്ഥലം. ഞാൻ ബേസിക്കലി എംകോം കഴിഞ്ഞ് MBA കഴിഞ്ഞ ആളാണ്. ഞാനൊരു കോർപ്പറേറ്റ് കമ്പനിയിൽ 15 വർഷത്തോളം മാനേജറായിട്ട് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു എയർ ട്രാവൽസ് നടത്തുകയാണ്. വീടിനടുത്ത് തന്നെയാണ് ഓഫീസ്. അപ്പൊ അതൊരു 7 വർഷമായിട്ട് ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇപ്പൊ നമ്മുടെ ഈ ഓൺലൈൻ ബിസിനസ് ഇതെല്ലാം വന്നതിന് ശേഷം നമ്മുടെ ഈ ട്രഡീഷണൽ ബിസിനസ് ഒക്കെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് നമ്മുടെ എന്തെങ്കിലും ഒരു വേറെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ വേണം എന്നുള്ള രീതി ഇരിക്കുമ്പോഴാണ് നമ്മുടെ വൈഫാണ് ഇതുപോലെ എനിക്ക് ഇങ്ങനെ ഒരു വെബിനാറിന്റെ ഒരു മെസ്സേജ് കിട്ടി. അതനുസരിച്ചിട്ടാണ് ഞാൻ അതിനകത്ത് എത്തുകയും ചെയ്തത്. അപ്പൊ എന്തായാലും എനിക്ക് നേരത്തെ തന്നെ GST പഠിക്കണം എന്നുള്ള ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ വേറൊരു സൂപ്പർ മാർക്കറ്റ് വർക്ക് ചെയ്തപ്പോഴത്തെ കുറച്ചാൾ ഞാനൊരു അതിന്റെ കുറച്ച് അക്കൗണ്ട്സ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചായിരുന്നു. പക്ഷെ അവിടെ കമ്മ്യൂണിറ്റി കിട്ടാത്തതുകൊണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയ പെട്ടെന്ന് തന്നെ ഞാൻ അതിനകത്ത് ഇൻട്രസ്റ്റ് ആവുകയും അതിനകത്ത് ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. എനിക്ക് 2 മക്കളാണ്. ഒരാൾക്ക് 13 വയസ്സ്, ഒരാൾക്ക് 10 വയസ്സ്. 2 ആൺകുട്ടികളാണ്. വൈഫ് ഇതുപോലൊരു ഗ്യാസ് ഏജൻസിയിൽ അക്കൗണ്ടന്റായിട്ട്. ഓക്കെ സാർ, താങ്ക് യു ഷാജഹാൻ. നമുക്ക് കൊല്ലം കിട്ടുകഴിഞ്ഞാൽ പിന്നെ കുറേ സ്റ്റേഷനുണ്ടെങ്കിലും അവിടെയൊന്നും വണ്ടി നിർത്തിയിട്ടില്ല. നമുക്ക് കോട്ടയം വഴി പോകുന്നതാണ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. ഇപ്പോൾ കോട്ടയത്ത് നിന്ന് പഴയ ആളുകൾ അവിടെ കയറി ഇരിക്കുന്നുണ്ട്. നേരത്തെ മാത്യു സാറൊക്കെ അടക്കം കോട്ടയത്ത് അവിടെ കയറി ഇരിക്കുന്നുണ്ട്. പക്ഷെ മാത്യു സാറേക്ക് പോകുന്നതിന് മുമ്പ് കോട്ടയത്ത് നിന്ന് കയറിയിട്ടുള്ള സന്തോഷുണ്ട്. ഓവർ ടു സന്തോഷ് പ്ലീസ്. ഹലോ സാറേ, നമസ്കാരം. എൻ്റെ പേര് സന്തോഷ് KN. വീട് കിടങ്ങൂര്, കോട്ടയം ജില്ലയിൽ കിടങ്ങൂരാണ് താമസിക്കുന്നത്. ഞാൻ BCom കഴിഞ്ഞിട്ട് കുറച്ച് നാൾ നാട്ടിൽ അക്കൗണ്ട്സിലൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 3 വർഷത്തോളം വിദേശത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ സർവീസ് സഹകരണ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ചീഫ് അക്കൗണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ് സർവീസ് സഹകരണ ബാങ്കിൽ. എനിക്ക് 2 കുട്ടികളാണുള്ളത്. 2 ആൺകുട്ടികളുടെ 8ലും 5ാം ക്ലാസ്സിലും പഠിക്കുന്നു. വൈഫ് സർക്കാർ സർവീസിൽ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ GSTയുടെ ഈ വെബിനാർ കാണുകയും ഗോപാൽ സാറിനെ വിളിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഇതിൽ 2-3 ദിവസം ഞാൻ കോഴ്സിൽ ഈ വെബിനാറിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് GSTയെ പറ്റി പഠിക്കണം താല്പര്യമുണ്ട്. അങ്ങനെയാണ് ഈ കോഴ്സിലേക്ക് ചേരാനും സാധിച്ചത്. ഓക്കെ, താങ്ക് യു ഷാജഹാൻ. സന്തോഷ്. നമുക്ക് എന്തായാലും ഈ കോട്ടയം വരുമ്പോൾ നേരെ എറണാകുളത്തേക്ക് പോരാൻ പറ്റില്ല. മാത്യു സാറുണ്ട്. മാത്യു സാറേക്ക് തിരിച്ചു വരാം. മാത്യു സാറ് ഒരു തിരിച്ചു വരുന്നതിന് മുമ്പ് ആലപ്പുഴയിൽ നിന്ന് നമുക്ക് 2 പേരുണ്ട്. അഡ്വക്കേറ്റ് ഗീത, CA കഴിഞ്ഞു, അഡ്വക്കേറ്റ് ആണ്. സോ ഓവർ ടു മാം പ്ലീസ്. അൺമ്യൂട്ട് ചെയ്യണേ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. എൻ്റെ പേര് ഗീതാദത്ത്, ആലപ്പുഴയിലാണ്. ഞാൻ ഇപ്പോൾ അഡ്വക്കേറ്റ് ആയിട്ട് ആലപ്പുഴ ഡിസ്ട്രിക്ട് കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. ഞാൻ MCom ആണ്. MCom കഴിഞ്ഞിട്ട് CA ചെയ്തു, കംപ്ലീറ്റ് ആയിട്ടില്ല. അത് കഴിഞ്ഞപ്പോഴേക്കും കുറേ പ്രൈവറ്റ് കമ്പനികളിലെല്ലാം വർക്ക് ചെയ്തു, അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ കോവിഡ് വന്നപ്പോഴേക്കും പിന്നെ ഞങ്ങൾ കമ്പനി അടച്ചു. പിന്നെ അടുത്ത സ്റ്റെപ്പ് എങ്ങോട്ട് വെക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ LLB ചേർന്നു. എനിക്ക് പഠിക്കുന്ന കാലത്ത് തന്നെ GSTയും ടാക്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയിരുന്നു. അങ്ങനെ പിന്നെ GST ടാക്സേഷൻ, GST ലിറ്റിഗേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു LLBക്ക് ചേർന്നു. അങ്ങനെ 2023 ബാച്ചിൽ ഞാൻ 23 പാസ് ഔട്ടായി.
കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞാൻ എൻറോൾ ചെയ്തു ഡിസ്ട്രിക്ട് കോർട്ടിൽ അഡ്വക്കേറ്റ് ആയിട്ട്. ബിജിലി ജോസഫ് സാർ എന്ന് പറഞ്ഞ സാറിൻ്റെ ജൂനിയർ ആയിട്ട് പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് എൻ്റെ യു. ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹസ്ബൻഡ് ബിസിനസ്മാൻ ആണ്. മോൻ വിദേശത്ത് ഇപ്പം ജോലിയായി ഇങ്ങനെ ഓക്കെ വിദേശത്താണ്, എത്യോപ്യ എന്ന സ്ഥലത്താണ്. ഓക്കെ ഓക്കെ, വെൽക്കം ടു ടാക്സ് കോച്ച് ഫാമിലി. Thanks. സുനിത ഉണ്ടോ അവിടെ? സുനിത ജയകുമാർ ഒരാളുണ്ട്, എത്തിയിട്ടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് നേരെ ട്രെയിൻ നേരെ വരുന്നത് എറണാകുളത്തേക്കാണ്. എറണാകുളത്ത് കുറേ ആളുകളുണ്ട്. നമുക്ക് എറണാകുളത്ത് നിന്ന് അഡ്വക്കേറ്റ് അല്ല, അവിടുന്ന് CA നമ്മുടെ ഉമാവുണ്ട്. എറണാകുളത്തുള്ള ആളുകളൊന്ന് പറഞ്ഞോളൂ പ്ലീസ്. എമ്മ പ്ലീസ്. ഗുഡ് ഈവനിങ് സർ. എൻ്റെ പേര് എമ്മ. ഞാൻ കൊച്ചിയിലെ പ്രാക്ടീസിലാണ്. എനിക്ക് സോമൻ സാറിനെ അറിയാം. സോമൻ സാറിന് പക്ഷെ എന്നെ അറിയത്തില്ലായിരിക്കും. ഞാൻ സാറിന്റെ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ മോള് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, മോളെ പഠിപ്പിച്ചിട്ടുണ്ട് സാറ്. ആദ്യമേ ഞാൻ ഇൻഡസ്ട്രിയിലായിരുന്നു, ഇപ്പൊ പ്രാക്ടീസിലായിട്ട് 1 കൊല്ലം ആയിട്ടുള്ളൂ. അപ്പൊ GST എനിക്ക് ഇച്ചിരി ഗ്രേ ഏരിയ ആണ്, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ GST ക്ലാസ്സിന് ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ, മോളുടെ പേരെന്തായിരുന്നു മാം? മോള് അലീല ആലിസ് പുളിമൂട്. ആണോ? എവിടെയായിരുന്നു അന്ന് മോളുടെ ക്ലാസ് എടുത്തത്? അവള് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് സാറ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ് എടുത്തിട്ടുണ്ടല്ലോ. എടുത്തിട്ടുണ്ട്. അവളിപ്പോ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. ഓ ഗുഡ്. അപ്പൊ അന്വേഷണം അറിയിക്കും. ഓക്കെ സർ. അത് എനിക്കൊരു ഭാഗ്യമാണ് 2 പേർക്ക് ക്ലാസ് എടുക്കാൻ. അതെ, അമ്മയും മോളെയും പഠിപ്പിച്ചു. നമ്മള് അപ്പനെയും മോനെയും പഠിപ്പിച്ച ആളാണ്. അത് ശരി. പിന്നെ അത് നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഇങ്ങനത്തെ കുറച്ച് ചില മുഹൂർത്തങ്ങളൊക്കെ. നമുക്ക് എറണാകുളത്ത് ബിജു സാറുണ്ട്. ബിജു സാർ ഒരു എന്റർപ്രണർ ആണ്. നമുക്ക് പല തരത്തിലുള്ള നെറ്റ്വർക്ക് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു തരത്തിൽ വെച്ച് പരിചയപ്പെട്ടതാണ് സാറിന്. ആ ഒരു ഇതില് സെഷനിൽ ഒരു ഫുൾ ഡേ സെഷനിൽ പങ്കെടുത്ത് തിരിച്ച് തന്നെ അവിടെ നിന്ന് നേരത്തെ എറണാകുളത്തേക്കുള്ള യാത്രയിൽ സാറിന് വണ്ടിയിൽ കയറിയിട്ടാണ് ഞാൻ പരിചയപ്പെടുന്നത്. അങ്ങനെ പരിചയപ്പെട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, സാറേ അപ്പൊ അങ്ങനെയാണെങ്കിൽ GST കോഴ്സ് തുടങ്ങുമ്പോൾ എന്നോടൊന്ന് പറയണേ എന്ന്. ഇത് പറഞ്ഞിട്ടൊരു 3-4 മാസമെങ്കിലും ആയിട്ടുണ്ട്. പക്ഷെ നല്ല കോണ്ടാക്ട് ഉണ്ട്. എടപ്പള്ളിയാണ് സ്വദേശം. ബിജു സാർ പ്ലീസ്. ഗുഡ് ഈവനിങ് ഓൾ. എൻ്റെ പേര് ബിജു ഐസക്. എറണാകുളത്ത് എടപ്പള്ളിയിലാണ് വീട്. ബിസിനസ്സാണ്. 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, സീ ഫുഡിലേക്കുള്ള ഒരു ഫുഡ് അഡിറ്റീവ് ഇമ്പോർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഓൾ ഇന്ത്യ ഡിസ്ട്രിബ്യൂഷൻ ആണ്. 2, ഞാനൊരു ഓട്ടിസം ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റി റൺ ചെയ്യുന്നുണ്ട്. ഓട്ടിസം ഉള്ള കുട്ടികളുടെ പേരൻസിൻ്റെ ഒരു അസോസിയേഷൻ ആണ്. അപ്പോൾ ഓട്ടിസം ഉള്ള കുട്ടികളെ അവരെ ഈ സമൂഹത്തിൻ്റെ ഇതിലേക്ക് അവരെ മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല, അവർക്കും കഴിവുള്ളവരാണ് എന്ന് കാണിച്ചു കൊടുക്കാനും അവരിലുള്ള ടാലന്റ് ഡെവലപ്പ് ചെയ്യാനും അവരെ സ്വന്തം കാലിൽ നിർത്താനും വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഓട്ടിസം ക്ലബ്ബ്. നമ്മൾ ഓസം ബൈറ്റ്സ് എന്നുള്ള പേരിൽ ഒരു ബേക്കറി പ്രൊഡക്ട്സിന്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് നടത്തുന്നുണ്ട്. 7 കുട്ടികളും അവരുടെ അമ്മമാരും ചേർന്നാണ് നടത്തുന്നത്. അപ്പൊ അതിൽ നിന്നുള്ള ഇൻകം ഈ കുട്ടികൾക്ക് തന്നെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊരു ചാരിറ്റബിൾ വർക്കാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ അത് ചെയ്യുന്നതോട് കൂടി തന്നെ നമ്മുടെ ആ കുട്ടികളുടെ ടോട്ടൽ ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു സോഷ്യലൈസേഷനും കമ്മ്യൂണിക്കേഷനും എല്ലാം പ്രോബ്ലം ഉള്ള കുട്ടികളാണ് ഇവര്. അപ്പൊ അതിനെ ഡെവലപ്പ് ചെയ്യും, അതോടൊപ്പം അവരെ സ്വന്തം കാലിൽ നിർത്താനുള്ള ഒരു പ്രസ്ഥാനമാണ് ഓസം ബൈറ്റ്സ് എന്നുള്ള പേരിൽ ഓട്ടിസം ക്ലബിന്റെ അണ്ടറിൽ തുടങ്ങിയിരിക്കുന്നത്. 2 വർഷമായിട്ട് അത് നടത്തുന്നു, നല്ല രീതിയിൽ പോകുന്നു. ഒരു കാര്യം കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നു. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ മനോരമ ന്യൂസിന്റെ ഒരു പെൺതാരം എന്ന് പറയുന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. ആ കുട്ടികളുടെ അത് കാണിക്കുകയും കൂടുതൽ പബ്ലിസിറ്റി കിട്ടുകയും ചെയ്തു. നമുക്കൊരു ഫസ്റ്റ് പ്രൈസ് ആയിട്ടൊരു 3 lakhs rupees നമുക്ക് കിട്ടുകയും നമ്മുടെ ഒരു പ്രവർത്തനങ്ങൾക്ക് വലിയൊരു സപ്പോർട്ട് നമുക്ക് കിട്ടുകയും ചെയ്തു. അപ്പൊ ഈ 2 പ്രസ്ഥാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ ഈ ടാക്സ് കാര്യങ്ങൾ ഞാനൊരു BCom ആയിട്ട് വലിയ ബന്ധമൊന്നുമുള്ള ആളല്ല, എങ്കിൽ കൂടിയും നമ്മൾ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ കോഴ്സിൽ ജോയിൻ ചെയ്തത്.
അത് നല്ല രീതിയിൽ കൊണ്ടുപോകണം, പഠിച്ച് മനസ്സിലാക്കി എടുക്കണം. കാര്യം ഇപ്പൊ സപ്പോസ് നമ്മളല്ല ചെയ്യുന്നെങ്കിലും എന്താണ് അതിൽ അടങ്ങിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കോഴ്സിൽ ജോയിൻ ചെയ്തത്. താങ്ക് യു സർ. താങ്ക് യു സാർ. എനിക്ക് തോന്നുന്നേ സാർ ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും സാറിനൊരു ഹൃദയം കൊടുത്തുകൊണ്ട് സാറിനെ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. എല്ലാവരും നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ ഹൃദയം ഉണ്ടാവും, ആ റിയാക്ഷനിൽ ആ ഹൃദയം കൊടുത്തുകൊണ്ട് സാറിനെ നമുക്കൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. സോ പ്ലീസ്. താങ്ക് യു. നമ്മൾ എറണാകുളത്തേക്ക് പോകുമ്പോൾ ജോർജ് ജോൺസൺ ഉണ്ട്, അങ്കമാലി ജോലി ചെയ്യുന്ന ഒരാളാണ്. ജോർജ് ജോൺസൺ എനിക്ക് തോന്നുന്നത് പ്ലീസ് ജോഷ് ഉണ്ടല്ലോ അവിടെ. ജോഷെ അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുമോ പ്ലീസ്? ഗുഡ് ഈവനിങ് സാറേ, എൻ്റെ പേര് ജോഷ്. ഞാനിവിടെ കാക്കനാടാണ് വർക്ക് ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് മേലേക്ക് കയറി വരുമ്പോൾ പത്തനംതിട്ടയാണ് എൻ്റെ വീട്. ഞാനിവിടെ കാക്കനാട് വർക്ക് ചെയ്യുന്നേ ഉള്ളൂ. ഞാൻ ബികോം കഴിഞ്ഞിട്ട് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫേമിൽ ഒരു 2 years അടുത്ത് വർക്ക് ചെയ്യുന്നുണ്ടായി. അവിടുന്ന് ഇൻകെൽ എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് അക്കൗണ്ട്സിലേക്ക് ഞാൻ ജോയിൻ ചെയ്തു. എനിക്ക് സോമൻ സാറിനെ പരിചയമുണ്ട്. സാറ് ഇൻകെൽ ആക്ച്വലി ഒരു ട്രെയിനിങ് സെഷന് വന്നിട്ടുണ്ട്. അപ്പോൾ സാറിനെ എനിക്ക് പരിചയമുണ്ട്. അങ്ങനെ GST ഞാൻ ഇൻകെല്ലിൽ GSTയുടെ റിട്ടേൺസ് ഒക്കെ ഫയൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം എനിക്ക് അതിൻ്റെ കൂടുതൽ ക്ലാസ്സസും അതിനെപ്പറ്റിയും ശരിക്കും പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോഴ്സിലേക്ക് വന്നത്. താങ്ക് യു ജോഷ്. ഓക്കെ, നമ്മൾ ഈ എറണാകുളത്ത് വരുമ്പോൾ നേരത്തെ ട്രെയിനിൽ കയറിയിരിക്കുന്ന ജോബി മാമൊക്കെ ഉണ്ട് അവിടെ. മാത്യു സാറിൻ്റെ ഒക്കെ കൂട്ടത്തിൽ ജോബി മാമൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് അവർക്ക് പോവാം. എനിക്ക് തോന്നുന്നത് കോതമംഗലത്ത് നിന്ന് ട്രെയിൻ കയറാൻ വേണ്ടി വന്നിട്ടുള്ള ഒരാളുണ്ട്, സൗമ്യ. പ്ലീസ്. ഗുഡ് ഈവനിങ് ഓൾ. എൻ്റെ പേര് സൗമ്യ ജോസ്. ഞാൻ എറണാകുളം ജില്ലയിലെ കോതമംഗലത്താണ് താമസിക്കുന്നത്. ഞാൻ MBA ഫിനാൻസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് കമ്പനിയിൽ ഫിനാൻസ് ഇൻചാർജ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. GSTനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഇങ്ങനെ താല്പര്യപ്പെട്ടിരുന്നപ്പോഴാണ് സാറിൻ്റെ ഒരു ആഡ് കണ്ട് വെബിനാറിന് ഞാൻ പങ്കെടുത്തത്. അതിൽ പങ്കെടുത്തതിന് ശേഷമാണ് ഈ കോഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായത്. അങ്ങനെയാണ് ഞാൻ ഈ കോഴ്സിൽ ജോയിൻ ചെയ്തത്. എൻ്റെ ഫാമിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് ഇൻഫോ പാർക്കിലാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട്. എനിക്ക് 3 മക്കളാണുള്ളത്. മൂത്തയാൾ 4ാം ക്ലാസ് പഠിക്കുന്നു, രണ്ടാമത്തെ ആള് 2ാം ക്ലാസ് പഠിക്കുന്നു, ഇളയാള് ചെറുതാണ്, 2 വയസ്സ് കഴിഞ്ഞുള്ളൂ. അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ. താങ്ക് യു. ഇപ്പൊ ക്ലാസ്സിലിരിക്കുമ്പം അവരും കൂടെ ഇരിക്കുമോ? ഒന്ന് ഇളയാള് ഇല്ല, അങ്ങനെ കുഴപ്പമില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരാളുണ്ടായിരുന്നല്ലേ നമുക്ക് ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ഒരു ഇടയ്ക്ക് പ്രതീക്ഷിക്കാം സാറേ. അതിപ്പോ നമ്മുടെ ഷെനീത കഴിഞ്ഞ ബാച്ചിലുണ്ടായിരുന്ന ഷെനീത ചാർട്ടേഡ് അക്കൗണ്ട് ആയിരുന്നു. അപ്പൊ ഇടയ്ക്ക് കൊച്ചിന്റെ ശബ്ദം ബഹളമൊക്കെ നമുക്ക് കേൾക്കാം. അത് നമ്മൾ പാർട്ട് ഓഫ് ദ ഗെയിം ആയിട്ട് എങ്ങനെ പോകും, ദാറ്റ്സ് നോട്ട് ആൻ ഇഷ്യൂ. എറണാകുളത്ത് നിന്ന് ഉണ്ട് ലതാ മാം ഉണ്ട്, ലതാ അശോക്. ആലുവയാണ് സ്വദേശം. ഓവർ ടു ലതാ പ്ലീസ്. ഹലോ സർ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ കാക്കനാട് ഇൻകെൽ എന്ന് പറഞ്ഞ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യണ ജോഷിന്റെ ഒപ്പം തന്നെ. എനിക്ക് പക്ഷേ GST കുറച്ച് കാര്യങ്ങളെ അറിയുള്ളൂ, അതുകൊണ്ട് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. പക്ഷേ ഈ സാറിന്റെ ഞാൻ TDSന്റെ ക്ലാസ്സിന് വേണ്ടി കുറെ കൊല്ലം മുമ്പ് അന്വേഷിച്ചിരുന്നു, പക്ഷെ എനിക്കത് സാധിച്ചില്ല. അപ്പൊ ഇപ്പൊ ഏതായാലും എനിക്ക് പഠിക്കണം എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ വന്ന് ചേർന്നത്. സോമൻ സാറിനെ ഞങ്ങൾക്ക് വന്ന് ക്ലാസ് എടുത്തപ്പോൾ എനിക്ക് സാറിനെ അറിയാം. അങ്ങനെ ഓക്കെ, താങ്ക് യു ലത. സോ അവിടെ നമുക്ക് കൂടെ ഒരാളും കൂടി ശാലിനി ഉണ്ട് അവിടെ. ശാലിനി, ആർ യു ദേർ? അവിടെ ശാലിനി വിൽസൺ ഉണ്ടോ അവിടെ? ഓക്കെ, ഒരു പക്ഷേ ചിലപ്പോൾ വന്നിട്ടുണ്ടാവില്ല. ഓക്കെ, അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട് സാറേ, അൺമ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, അത് ചെയ്യാൻ ആണോ? ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് ടു ഓൾ. പറ്റുമെങ്കിൽ മുഖം പറ്റുമെങ്കിൽ ഒന്ന് കാണിച്ചിട്ട് കേറിക്കോളൂ കേട്ടോ. ഓക്കെ ഓക്കെ. നമ്മള് കൺസൾട്ടന്റും പ്രാക്ടീസും ചെയ്യുന്ന ആളുകളെ നമ്മുടെ മുഖം മറ്റുള്ളവർ കാണട്ടെ. ഇപ്പൊ കാണാവോ സാർ? എന്റെ വീഡിയോ എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു. കാര്യം എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, പറയൂ, കുഴപ്പമില്ല, പറഞ്ഞോളൂ.
സർ ഞാൻ എറണാകുളത്ത് നിന്നാണ് സർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഡിഗ്രി മാത്രമുള്ള ഒരാളാണ്. എനിക്ക് കുറച്ചുകൂടെ GST-നെ കുറിച്ച് കുറച്ചുകൂടെ നന്നായി പഠിക്കണമെന്നുള്ളൊരു തോന്നൽ ഞാൻ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ പല സ്ഥലത്തും അന്വേഷിച്ചു. എനിക്കത് അങ്ങോട്ട് തൃപ്തിയായില്ല. അപ്പോഴാണ് ഞാൻ സാറിന്റെ ക്ലാസ് കാണുന്നതും സാറിനെ പരിചയപ്പെടാൻ കഴിഞ്ഞതും. ഈ സാറിന് എന്നെ കംപ്ലീറ്റ് ആയിട്ട് തൃപ്തിപ്പെടുത്താൻ പറ്റുമെന്ന് തോന്നുന്നു. താങ്ക് യു. ഓക്കെ. ഗ്രാജുവേഷൻ അല്ല സാറേ, ഞാൻ ഗ്രാജുവേറ്റ് മാത്രമാണ് എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ വളരെ വേണ്ടത്. എന്നാലേ ഉള്ളൂ നമ്മളിത് ഈ പ്ലാറ്റ്ഫോം വിട്ട് പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റി എന്നൊരു കോൺഫിഡൻസ് വരുന്ന ആൾക്കാരാണ് അങ്ങനെ. അപ്പോൾ നമുക്ക് പറ്റുന്നതൊക്കെ ചെയ്യാം. ഓക്കെ, നമുക്ക് അങ്ങനെ പോകുന്നതിന് മുമ്പ് നമുക്ക് രണ്ടുപേരും കൂടി ആ ട്രെയിനിൽ നേരത്തെ ഇരിക്കുന്ന രണ്ടുപേരുണ്ട്, നമ്മൾ അവരുടെ കൂടി ശബ്ദം കേട്ടിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ജോബിമ പ്ലീസ്. GST ബാച്ച് 1-ലെ ചാർട്ടേഡ് സ്റ്റുഡൻ്റ് ആണ്, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. ജോബിമ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. എറണാകുളം കാക്കനാടാണ് എൻ്റെ വീട്. ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് GST-യെ പറ്റി എനിക്കൊന്നും അറിയാൻ പാടില്ലാണ്ടാണ് ഞാൻ ഫസ്റ്റ് ബാച്ച് ജോയിൻ ചെയ്തത്. ആ ബാച്ചിൽ നിന്ന് കിട്ടിയ ഇൻസ്പിറേഷൻ കൊണ്ടാണ് ഇപ്പൊ ഈ ബാച്ചിൽ ഞാൻ വന്നിരിക്കുന്നത്. ഇടയ്ക്ക് ഞാൻ ജിഗ സാറിനെ വിളിക്കാറുണ്ട്, ഡൗട്ട്സ് ഒക്കെ ചോദിക്കാറുണ്ട്. വളരെ പുതുതായിട്ട് ജോയിൻ ചെയ്തവരോട് ഞാൻ പറയുന്നത് വളരെയധികം നമുക്ക് GST തന്നെയല്ല, മൊത്തത്തിൽ നല്ലൊരു എന്താ പറയണേ, നമ്മുടെ ലൈഫിന് നല്ലൊരു ഇൻസ്പിറേഷൻ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. അത് വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുള്ളതാണ്. ഫാക്കൽറ്റിയുടെ ക്ലാസ്സും അതുപോലെ GK സാറിന്റെ മോട്ടിവേഷൻ ക്ലാസ്സും ഒക്കെ. പിന്നെ എനിക്ക് 2 കുട്ടികളാണ്. ഹസ്ബൻഡ് റിട്ടയർ ചെയ്തു, മോൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, ചെറിയൊരു ജോലി ആയിട്ടുണ്ട്. മോളിപ്പോൾ ഡിഗ്രി 3rd ഇയർ പഠിക്കും. താങ്ക് യു. മാത്യു സാറെ പ്ലീസ്. ഗുഡ് ഈവനിങ് ഓൾ. എൻ്റെ പേര് മാത്യു. ഞാൻ 1984 മുതൽ അക്കൗണ്ടിങ് ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വന്ന ഓരോ മാറ്റങ്ങളും ഓരോ ക്ലാസ്സുകളിൽ അന്ന് പോയിയാണ് ഞാൻ ഇപ്പോഴും ഇതിനകത്ത് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. GST വന്നപ്പോഴും സോമസാറിൻ്റെ ക്ലാസ്സുകളിലും ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇപ്പോൾ ഈ 3 ദിവസത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തവർക്കറിയാം എങ്ങനെയാകും ഈ ക്ലാസ്സിൻ്റെ ഇതെന്നുള്ളത്. മുമ്പോട്ട് നിങ്ങൾ അതറിഞ്ഞ് തന്നെ മനസ്സിലാക്കുക എന്ന് എനിക്ക് പറയാം. മാത്യു സാറിന്റെ മകനുണ്ട്. എൻ്റെ മകന് ഇതിനകത്ത് കൂടിയായിരുന്നു. അവന് ആർട്ടിക്കിൾഷിപ്പ് കഴിഞ്ഞാണ്, CAക്ക് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം TDS റിട്ടേൺ ഞങ്ങൾ ഫയൽ ചെയ്തുകൊണ്ടിരുന്നത് കാർബി കൊണ്ട് കൊടുത്താണ്. ഇത് വലിയ പാടാണ്, അതൊരു പ്രശ്നമായിരുന്നു. അത് ഞാൻ സാറിനോട് ചേർന്നപ്പോൾ മുതൽ പറഞ്ഞ് സാർ അത് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പറഞ്ഞു. എങ്കിലും ഏതായാലും TDS ഒരു ക്ലാസ് സാറ് 1.5 മാസത്തെ ക്ലാസ് തുടങ്ങി. ഇപ്പം ഞാനും മകനും TDS റിട്ടേണുകൾ ഫയൽ ചെയ്യുന്നുണ്ട്. കാർബിയിൽ പോകേണ്ട കാര്യമേ ഇല്ല, നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ചെയ്യാം. അതുകൊണ്ട് ഈ വന്നവരെല്ലാം ഒരു TDS ക്ലാസ്സിനോട് അറ്റൻഡ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാൻ. ഞാൻ സാറിന് കമ്മീഷനും കൊടുത്തിട്ടില്ല കേട്ടോ, അത് പറയാൻ വേണ്ടിയിട്ട്. അല്ലെ, തോമസിനും ഒരു 10-12 TDS റിട്ടേൺ ഫയലിംഗ് ഉണ്ട്. ഒരു ക്വാർട്ടർ 1500 രൂപയാണ് മേടിക്കുന്നത്. അപ്പോൾ ഇപ്പം അത് തുടങ്ങിയതേ ഉള്ളൂ, എന്നാലും മുമ്പോട്ട് ചെല്ലുമ്പം കുറെ കൂടെ കൂടുതൽ കിട്ടും. നമ്മുടെ TDSന്റെ ബാച്ച് അടുത്ത ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടെന്നും കൂടി ഇതിൻ്റെ ഇടയ്ക്ക് സൂചിപ്പിച്ചോട്ടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എറണാകുളം കഴിഞ്ഞാൽ പിന്നത്തെ ഈ ട്രെയിൻ ജനശതാബ്ദിക്ക് ഇടയ്ക്ക് നിർത്തുന്നത് വളരെ കുറവാണ്. അങ്ങനെ തൃശ്ശൂർക്ക് വരാം. ശ്രീവിദ്യ പ്ലീസ്. റെഡി ആയിട്ട് നിൽക്കണം ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട്. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് ഓൾ. എൻ്റെ പേര് ശ്രീവിദ്യ. ഞാനൊരു ഓട്ടോമൊബൈൽ സെഗ്മെന്റിൽ ലാസ്റ്റ് 17 years ആയിട്ട് വർക്ക് ചെയ്യാണ്. വാറ്റ് വരെ ഞാൻ എല്ലാം അപ്ഡേറ്റഡ് ആയിരുന്നു. വാറ്റ് കഴിഞ്ഞപ്പോൾ GSTയുടെ പ്രാരംഭ ദശയിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെ പരിഗണിച്ച് അത് ഔട്ട്സോഴ്സ് ചെയ്തു. അതുകൊണ്ട് ഞാനും ഔട്ട്ഡേറ്റഡ് ആയി. അപ്പോൾ പിന്നെ ഇവിടെ സാറിൻ്റെ GSTയുടെ ഫസ്റ്റ് ബാച്ചോ സെക്കൻഡ് ബാച്ചോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ജസ്റ്റ് രജിസ്റ്റർ ചെയ്ത് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു.
പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഹസ്ബൻഡ് ഹോസ്പിറ്റലൈസ്ഡ് ആയ കാരണം എനിക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, പിന്നെ ഞാൻ വേറെ കുറച്ച് തിരക്കുകളിൽ പെട്ടിട്ട് എനിക്ക് അപ്ഡേറ്റ് ആവാൻ പറ്റിയില്ല. അപ്പൊ ഇപ്പൊ എനിക്ക് അതൊരു മസ്റ്റായിട്ട് വന്നു. അപ്പൊ ഞാനും അപ്ഡേറ്റഡ് ആവാന്ന് വിചാരിച്ച് ജോയിൻ ചെയ്തതാണ്. എൻ്റെ കയ്യിൽ ഗോപാൽ സാറിന്റെ നമ്പർ ഉണ്ടായിരുന്നു ഓൾറെഡി. സാറിന്റെ അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഞാൻ അങ്ങനെ എൻക്വയറി ചെയ്തത്. TDSഉം എനിക്ക് ആവശ്യമാണെന്ന് ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ രണ്ടിനും എനിക്ക് ചെയ്യണം എന്നുള്ളൊരു ഇതില് വന്നിരിക്കുകയാണ്. വീട്ടിലെ ഹസ്ബൻഡ് പ്രൈവറ്റ് സെഗ്മെന്റിൽ തന്നെ വർക്ക് ചെയ്യാണ്. നമ്മൾക്കൊരു ബിസിനസ് ആയിരുന്നു. കോവിഡോട് കൂടി അത് ലോസ് ആയപ്പോൾ ആള് ജോലിക്ക് പോയതാണ്. 2 മക്കളാണ്. മകൻ ഇപ്പോൾ BCA കംപ്ലീറ്റ് ചെയ്തിട്ട് അവൻ ഒരു IT ഫേമിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. 3 months ആയി. മോള് അമൃതയിൽ BCom ഓണേഴ്സ് ഇൻ ഫിൻടെക് എന്ന് പറഞ്ഞ കോഴ്സ് ഇപ്പോൾ 3rd സെം ആണ്. നമ്മൾ പരസ്പരം അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നമുക്ക് ഒരു ഫാമിലിയാണ്, നമ്മളൊരു കുടുംബമായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മൾ ഒരിക്കലും ഒരു എന്താ പറയാ ഒരു പഠിതാവ് അങ്ങനത്തെ ഒരു കൊമേഴ്സ്യൽ കാഴ്ചപ്പാട് നോക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചും കൂടി വളരെ അടുത്ത് പോകുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. നമുക്ക് പറയും മാത്യു സാറിനൊക്കെ നമുക്ക് കാണുന്ന ഒരു സന്തോഷമുണ്ട്. ജോബി മാമിനെ വിളിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം. അതൊക്കെ തന്നെ നമ്മൾ ആ ഒരു ടച്ചിൽ ഒരു പേഴ്സണൽ ടച്ച് കൂടിയാണ് പോകുന്നത്. നമുക്ക് തൃശ്ശൂർ സുനിൽ നായർ ഉണ്ട്. സുനിൽ പ്ലീസ്. തന്നെയല്ല സാറേ, നമുക്കിത് എങ്ങനെ തുടങ്ങണം എന്നുള്ള ഒരു വഴികാട്ടിയും കൂടെയാണ്. ഇപ്പൊ നമ്മളിത് എവിടെ തുടങ്ങണം, സബ്ജക്റ്റ് തുടങ്ങുമ്പോൾ അങ്ങനെ ബേസിക് ആയിട്ട് തുടങ്ങണോ അതൊരു ലെവൽ മതിയോ എന്നുള്ളതൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കൂടെയാണ് ഇവരിങ്ങനെ പറയുക. ഇപ്പോൾ 2-3 പേര് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്നുള്ള ലെവൽ, അതൊരു വലിയ അഡ്വാൻറ്റേജ്. നമുക്ക് അതനുസരിച്ച് പോകാം. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് ടു ആൾ. ഞാൻ UP-യിലാണ് ജനിച്ചു വളർന്നത്. അപ്പം എൻ്റെ ഭാഷ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. 1995 തൊട്ട് വർക്കിലാണ്. ഒരു കമ്പനിയിലെ അക്കൗണ്ടൻ്റ് ആയിട്ട് തന്നെയാണ് പല വർക്ക് ചെയ്തത്. വാറ്റും GST വന്നപ്പോൾ ഞാൻ വിദേശത്തായിരുന്നു. അപ്പോൾ അതെല്ലാം അങ്ങനെ അറിഞ്ഞിട്ടില്ല. അതിന് മുമ്പ് ഉണ്ടായിരുന്ന മാനുവൽ ഫയലിങ്ങും GST, സെൻട്രൽ ടാക്സ്, സ്റ്റേറ്റ് ടാക്സ്, എക്സൈസ് എല്ലാം കുറച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ GST ആയപ്പോൾ അതിന് അറിയില്ല. അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബാച്ചിൽ കയറിയത്. ഇപ്പോൾ വാണിയംകുളത്ത് PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറഞ്ഞ മെഡിക്കൽ കോളേജിൽ അക്കൗണ്ടൻ്റ് ആയിട്ട് ജോലി ചെയ്യണം. ഫാമിലിയിൽ അച്ഛൻ റിട്ടയർ ആയതാണ്, ex-ആർമി. വൈഫ് ഉണ്ട്, വൈഫ് ഹൗസ് വൈഫാണ്. മോൻ BCA ഫസ്റ്റ് ഇയർ, മോള് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ താങ്ക് യു സുനിൽ. അങ്ങനെയാണെങ്കിൽ യദു ഉണ്ട് അവിടെ. യദു പ്ലീസ് അൺമ്യൂട്ട് ചെയ്യണേ. ശബ്ദം കുറവായതു, കേൾക്കുന്നില്ലല്ലോ. ഹലോ. ഹലോ, എൻ്റെ പേര് കൃഷ്ണ. എൻ്റെ വീട് തൃശ്ശൂർ. യദു ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ടോ? ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട്. ഹെഡ്സെറ്റ് മാറ്റിയിട്ട് നോക്കിയേ, ശബ്ദം കുറവാ. അല്ലാതെ പറഞ്ഞു നോക്കി. ഹലോ. ഹലോ, എൻ്റെ പേര് കൃഷ്ണ. എൻ്റെ വീട് തൃശ്ശൂര്. ഞാൻ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞു, ഇപ്പോൾ വർക്ക് ചെയ്യാണ്. ഞാൻ GK ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ GK അറിയാം. അങ്ങനെ സാറ് പറഞ്ഞിട്ടാണ് ഇങ്ങനെ കോഴ്സിലേക്ക് വരുന്നത്. ഓക്കെ, താങ്ക് യു. യദു എനിക്ക് പരിചയമുള്ള ആളാണ്. എന്നോട് പറയാം, സ്ഥാപനത്തിലെ ബിൽഡിംഗ് സെക്ഷന്റെ മൊത്തം നോക്കുന്ന ഒരാളാണ്. തൃശ്ശൂരാണ്. BCom കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഈ കോവിഡ് നമ്മുടെ ഈ കോഴ്സ് പറയുമ്പോൾ പുള്ളിക്ക് താല്പര്യം കാണിച്ചു. അപ്പോൾ അങ്ങനെയാണ് ജോയിൻ ചെയ്തത്. സോ താങ്ക് യു യദു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് എങ്ങനെയാണെന്ന് അറിയില്ല, ഏത് കോഴ്സിലാണെങ്കിലും നമുക്ക് 2 ചാർട്ടർ അക്കൗണ്ട് എപ്പോഴും ഉണ്ടാവും. അതൊക്കെ അവസാന നിമിഷത്താണ് വന്ന് ചാടാറുള്ളത്. ഒന്ന് എറണാകുളത്തുള്ള ഇമാം ഇന്നലെ ആണ് എൻ്റെ അടുത്ത് കൺഫേം ചെയ്തത്. വേറൊരാള് തൃശ്ശൂരുണ്ടെങ്കിൽ ചാടി നിൽക്കുകയായിരുന്നു, വേണോ വേണ്ടെന്നുള്ളത്. ഓവർ ടു സന്ധ്യ. ചാർട്ടർ അക്കൗണ്ടാണ്, കാത്തലിക് സിറിയൻ ബാങ്കിലെ മാനേജറാണ്. സന്ധ്യ പ്ലീസ്. എന്റെ പേര് സന്ധ്യ എന്നാണ്. വീട് കേക്കുണ്ടോ സാർ? കേക്കുണ്ട്, പറഞ്ഞോളൂ.
എന്റെ പേര് സന്ധ്യ എന്നാണ്. വീട് വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് പറഞ്ഞ സ്ഥലമാണ്, തൃശ്ശൂരിന്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. ഞാന് 8 കൊല്ലമായിട്ട് കാത്തലിക് സിറിയൻ ബാങ്കിലാണ് വർക്ക് ചെയ്യണേ. അവിടെ ആദ്യം ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. ഇപ്പൊ TDS ഡിപ്പാർട്ട്മെന്റിലാണ്. TDS റിട്ടേൺ ഫയലിംഗ്, പിന്നെ നോട്ടീസിന് ഡിഫോൾട്ട് റെക്ടിഫിക്കേഷൻ, ഇങ്ങനത്തെ ജോലികളാണ് ചെയ്യണേ. അതിന് മുമ്പ് ഞാൻ ഫിനാൻസ് മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് സെൻട്രൽ എക്സൈസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻസ്പെക്ഷൻസും ചെറിയ രീതിയിൽ ഫയലിംഗ് മീൻസ് അതിന്റെ ടാക്സ് അടയ്ക്കൽ അങ്ങനത്തെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. GST ഞങ്ങളുടെ സിലബസിലൊന്നും ഉണ്ടായിരുന്നില്ല, അന്ന് സെൻട്രൽ എക്സൈസ് ആയിരുന്നു. GST പഠിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാന് നെക്സ്റ്റ് ഇങ്ങനെ ഞങ്ങളുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു ട്രാൻസ്ഫർ നോക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് GST അറിയണം എന്നുണ്ട്. സെൻട്രൽ എക്സൈസിന്റെ കൺസെപ്റ്റ് തന്നെയാവും, വലിയ വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷെ എന്നാലും GST എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഞാൻ ഒരാഴ്ച 2-3 ദിവസമായി സാറിനോട് സംസാരിച്ചിട്ട്, പക്ഷെ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങണതേ ഒരു 6:30-7 മണിയാവും, വീട്ടിലെത്തുന്നത് 8 മണിയാവും. അപ്പൊ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പറ്റുമോ എന്നുള്ളത്. പിന്നെ സാർ ഒരു വോയിസ് മെസ്സേജ് ഇട്ടു, അതോടുകൂടി ഞാൻ ഫുൾ ഡിസിഷൻ മാറ്റി. ഇനി മുതൽ 6:30 തന്നെ ഇറങ്ങാന്ന് വിചാരിച്ചു ഓഫീസിൽ നിന്ന്. അങ്ങനെയാണ് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചത്. പിന്നെ ഇതുപോലെ തന്നെ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള സോമൻ സാർ ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. അപ്പോ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ എനിക്കും കൂടി ഷെയർ ചെയ്ത്, എനിക്ക് GST പ്രാക്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ എംപ്ലോയ്മെന്റ് ഇപ്പൊ വിടുന്നില്ല, പക്ഷെ GST പറ്റി അറിയാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, പഠിക്കാനും ഭയങ്കര ആഗ്രഹമാണ്. അതുപോലെ തന്നെ ഞാൻ അവിടെ ബാങ്കിൽ ഒരു 4 സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായി. ഞാൻ എന്തെങ്കിലും സമയം കിട്ടുന്നപ്പോ അപ്പൊ പഠിക്കും. അങ്ങനെ അതുകൊണ്ടാണ് GST ഹാൻഡിൽ ചെയ്യാൻ കാരണം. ഈ കോഴ്സ് ഭയങ്കര ബുദ്ധിമുട്ടിട്ടാണ് ചെയ്യണത്, എന്നാലും കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും എല്ലാവരുടെ പ്രാർത്ഥന വേണം. എല്ലാവർക്കും നമുക്കൊക്കെ എല്ലാം നല്ലതുണ്ടാവട്ടെ. സാറിന്റെ സപ്പോർട്ടും എല്ലാവരുടെ അനുഗ്രഹവും വേണം. എല്ലാവർക്കും അത് ഉണ്ടാവട്ടെ. അപ്പോ അതാണ് എന്നെ പറ്റിയിട്ട്. പിന്നെ എന്റെ ഹസ്ബൻഡ് ബിസിനസ്സാണ്, GTech കമ്പ്യൂട്ടർ സെന്റർ പണ്ട് തൃശ്ശൂര് നടത്തുകയാണ്. എനിക്കൊരു മോനുണ്ട്, 11 വയസ്സ്, 5-ലാണ് പഠിക്കണേ. അപ്പോ അതൊക്കെയാണ് വിശേഷം. എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. താങ്ക് യു. പണ്ടൊരു പറഞ്ഞിരുന്നു, ചൊട്ടയിലെ ശീലം ചുടല വരാതെ. ചൊട്ടയിലെ ശീലം ചുടല വരെ. ചൊട്ടയിലെ ശീലം ചുടല വരെയില്ല, ചൊട്ടയിലെ ശീലം വരെയാ. നമ്മള് പലപ്പോഴും നമ്മൾ പഴയ രീതിയിലുള്ള ശീലങ്ങളുമായിട്ട് ഇങ്ങനെ വൈകിട്ട് ഓഫീസ് നേരത്തെ ഇറങ്ങി വൈകിട്ട് വൈകി ഇറങ്ങുക, കുറെ കാര്യങ്ങൾ ചെയ്യുക. നമ്മളൊരു മാനേജർ പൊസിഷനിൽ ഹയർ പൊസിഷനൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ ഡെലിഗേറ്റ് ചെയ്യാൻ പഠിക്കണം, സമയത്തെ മാനേജ് ചെയ്യാൻ പഠിക്കണം. സമയത്തെ മാനേജ് ചെയ്യാൻ നമ്മൾ പഠിച്ചില്ല എങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ഫർദർ കരിയർ ഗ്രോത്ത് ഉണ്ടാവില്ല. ഞാൻ വോയിസ് മെസ്സേജ് ഇട്ട് ഇത്രയേ ഉള്ളൂ, സമയത്തെ മാനേജ് ചെയ്യാൻ പഠിച്ചില്ല എങ്കിൽ നമ്മുടെ അടുത്ത കരിയർ ഗ്രോത്ത് നമുക്ക് ആരും സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. ചൊട്ടയിലെ ശീലം മാറ്റുക, പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യാൻ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഞാൻ കോഴ്സ് ചേരാൻ ഒന്നും പറഞ്ഞില്ല. പ്രയോറിറ്റി ടൈമിനെ മാനേജ് ചെയ്യാൻ പഠിക്കുന്നു. ഈ ഒരൊറ്റ 2 കാര്യമാണ് വോയിസ് മെസ്സേജ് ഇട്ടുള്ളൂ. പക്ഷെ അതില് എന്തായാലും ഒരു കാര്യമുണ്ട്, നമ്മളെ വിശ്വസിച്ച് തീർച്ചയായിട്ടും കോഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 100% കൂടെ ഉണ്ടാവും. അതാണ് എനിക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ശ്രീകുമാർ ഉണ്ട് അവിടെ. ശ്രീകുമാർ പ്ലീസ്. സാർ ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ശ്രീകുമാർ. ഞാനിവിടെ തൃശ്ശൂർ തന്നെയുള്ള ഒരു ഓട്ടോമൊബൈൽ ഫീൽഡിൽ അക്കൗണ്ടായിട്ട് വർക്ക് ചെയ്യാണ്. MCOM ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതത്തിലാണെന്നുണ്ടെങ്കിൽ GST കാര്യങ്ങളൊക്കെ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അക്കൗണ്ട്സ് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ. അപ്പോൾ കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇതിന് പറഞ്ഞത്. അപ്പോൾ സാറ് ഞങ്ങളുടെ മാനേജറെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി വഴിയാണ് എനിക്ക് ഇങ്ങനെ ഒരു എൻക്വയറി വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ അവര് പറഞ്ഞു എന്തായാലും നല്ലതാണ്, ഫ്യൂച്ചറിലേക്ക് നല്ലതാണെന്നുള്ളത് പറഞ്ഞു. അപ്പൊ എന്തായാലും എനിക്കും ആഗ്രഹമുണ്ട്, കൂടുതലായിട്ട് പഠിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും ആഗ്രഹമുണ്ട്. അപ്പൊ അതിനായിട്ടാണ് ഞാൻ ഈ ക്ലാസ്സിൽ ചേർന്നേക്കുന്നത് സാർ. താങ്ക് യു ശ്രീകുമാർ. ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് അതിനൊരു പർപ്പസും ഒരു പ്ലാനും ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരിക്കലും പേടിക്കേണ്ടി വരില്ല. തൃശ്ശൂരത്തെ വലിയൊരു ഓട്ടോമൊബൈൽ ഗ്രൂപ്പിൽപ്പെട്ടതാണ്. അപ്പൊ എനിക്ക് അവിടുത്തെ പരിചയമുണ്ട്. അങ്ങനെയാണ് ശ്രീകുമാർ ജോയിൻ ചെയ്തത്. നമുക്ക് ഒരുമിച്ചുള്ള യാത്രയിൽ, അപ്പൊ തൃശ്ശൂരത്തെ ട്രെയിൻ യാത്രയിൽ ഇത്രയും പേരായി. പക്ഷെ ഇനി സുനീഷ് ഉണ്ട്. ഓവർ ടു സുനീഷ്. സുനീഷ് ഉണ്ടോ അവിടെ? നമസ്കാരം സാർ. പറയൂ. നമസ്കാരം സാർ, ഞാൻ തൃശ്ശൂർ അയ്യന്തോളിലാണ്. ഞാൻ BCom ഗ്രാജുവേറ്റ് ആണ്. ടൈപ്പ് റൈറ്റിംഗ് ഹയർ ലോവർ, പിന്നെ ടാലി പഠിച്ചിട്ടുണ്ട്. പിന്നെ നാട്ടിൽ മറ്റേ സിൽവർ സ്റ്റോൺ വാട്ടർ തീം പാർക്കിലാണ് ആദ്യം വർക്ക് ചെയ്തത്. പിന്നെ നാഷണൽ ഹെൽത്ത് മിഷൻ. അതിനുശേഷം ഞാൻ ദുബായിൽ 10 വർഷം ഉണ്ടായിരുന്നു, ദുബായ്, അബുദാബി. അവിടെ ഞാൻ സീനിയർ അക്കൗണ്ടന്റ് ആയിരുന്നു. പിന്നെ HR ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ 2021 ഞാൻ നാട്ടിലേക്ക് വന്നു.
നാട്ടിലേക്ക് വന്നപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു കമ്പനി കാനഡി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു ഫാമിലി ഫാമിലി കുറച്ചും കൂടി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ ബോസാണ് പുള്ളിക്ക് GST ചേർത്തിരിക്കുന്നത്. പിന്നെ എന്റെ ഫാമിലിയെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാല് ഞാന് വൈഫ്, ഒരു മോനുണ്ട്, പിന്നെ അമ്മ. അച്ഛൻ മരിച്ചിരിക്കുന്നു. വൈഫ് ഇവിടെ ഹയർ സെക്കൻഡറി ടീച്ചറാണ്, ഇവിടെ പോളി ഫാമിലി. ഞങ്ങൾ എല്ലാവരും ഫാമിലി ദുബായിലായിരുന്നു. പക്ഷെ കോവിഡ് കാരണം ജോലി അവിടെ പ്രശ്നമായിട്ട് വന്നതാണ്, ഞാൻ നാട്ടിലേക്ക് വന്നതാണ്. പിന്നെ അവിടെ ചെറുതായിട്ട് സ്വന്തമായിട്ട് വാട്ടർ കമ്പനിയുടെ പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു, പാർട്ട്ണർഷിപ്പായിട്ട്. അതൊന്നും സക്സസ് ആയില്ല. ഇവിടെ നാട്ടിൽ തന്നെ സെറ്റിൽ ആയില്ല. ഇത്രയ്ക്കാണ് ഇതിനെ കുറിച്ച് കാര്യങ്ങൾ പറയാം. താങ്ക് യു ശ്രീകുമാർ. എനിക്ക് തോന്നുന്നത് ഈ ട്രെയിനിൽ നമ്മുടെ ആ ട്രെയിൻ നേരത്തെ തൃശ്ശൂർ ആണെങ്കിലും കോഴിക്കോടാണ് സ്വദേശം, പക്ഷെ തൃശ്ശൂരാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് തോന്നുന്നു. എറണാകുളത്തും തൃശ്ശൂരൊക്കെ ആയിട്ട് നിൽക്കുന്ന ഷജിൽ സാറുണ്ട്. ബാച്ച് 1 നമ്മുടെ ഒരു സ്റ്റുഡൻ്റ് ആണ്. പക്ഷേ എനിക്ക് തൃശ്ശൂരത്തെ ഓട്ടോമൊബൈൽ ഫീൽഡിൽ ഒരു സീനിയർ മാനേജറായിട്ടാണ് ഇപ്പോൾ എറണാകുളത്താണുള്ളത്. ഷജിൽ സാറേ പ്ലീസ്. ഗുഡ് ഈവനിങ് ഓൾ. പ്രിയപ്പെട്ട ഗുരുനാഥന്മാരെയൊക്കെ വീണ്ടും കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ GSTക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസ് ഉണ്ടാക്കി തന്നത് ടാക്സ് കൊച്ചിയിലെ ക്ലാസ് തന്നെയാണ്. കാരണം GST വന്ന ഉടനെ തന്നെ നമുക്കവിടെ ഫസ്റ്റ് ബാച്ചിൽ തന്നെ നമ്മൾ ജോയിൻ ചെയ്തു. അതുപോലെ TDSന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കോഴിക്കോടാണ് സ്വദേശം. ഞാനിപ്പോൾ എറണാകുളത്താണ്, സദേൺ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലാണ് വർക്ക് ചെയ്യുന്നത്, ഫിനാൻസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം ഇതുപോലെ GSTയുടെ കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട്, വളരെ ഏരിയയിൽ വളരെ എന്താ പറയുക, നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തു പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ ചില ഏരിയ ഇപ്പം നമുക്ക് ആവശ്യമില്ലാത്ത ഏരിയകൾ ഒരുപക്ഷെ നമ്മളിങ്ങനെ ക്ലാസ് എല്ലാം കഴിഞ്ഞോടെ അങ്ങ് മറന്നു. അതൊന്ന് റിഫ്രഷ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ വീണ്ടും ക്ലാസ്സിലേക്ക് വന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളതും നമുക്ക് സ്ഥിരമായ റൂട്ടീനായിട്ട് ചെയ്തു പോകുന്ന കാര്യങ്ങൾ നമ്മൾ GSTയിലൊക്കെ ചെയ്തു. പക്ഷെ മറ്റുള്ളത് പതുക്കെ സൈഡായി പോയി. അപ്പൊ അത് ഒന്നും നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനും ഒക്കെ ഉള്ള ആഗ്രഹത്തോടുകൂടിയാണ് ഇതിന് ജോയിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ടാക്സ് കൊച്ചിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട്, വളരെ സിംപ്ലിഫൈഡ് ആയിട്ടാണ് അവരുടെ ക്ലാസ്സുകൾ ഉണ്ടാവുക. നമുക്ക് മനസ്സിലാവുന്ന എന്തൊക്കെയാൾക്കും അധികം നോളജ് ഒന്നും ഇല്ലാത്ത ആൾക്ക് പോലും പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ തന്ന രീതിയിലാണ് നമ്മളുടെ ഫാക്കൽറ്റീസ് എല്ലാം ക്ലാസ് എടുക്കുന്നത്. അതെന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ എൻ്റെ ഭാര്യ ടീച്ചറാണ്, മകൻ മൂത്തയാൾ CMAക്ക് പഠിക്കുന്നു, രണ്ടാമത്തെ ആള് 10th-ലാണ്. അതൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും എല്ലാവർക്കും ഈ ക്ലാസ് ഒരു ഗുണപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഷൈൽ സാറെ. നമ്മുടെ കൂടെ കേരളത്തിൻ്റെ ഈ ട്രെയിൻ ഒന്ന് മാറാൻ പോവാണ്. പക്ഷെ അതിനു മുമ്പ് ഷിബേഷ വണ്ടിയിൽ കയറി മാഹിന്ന് കയറിയിരിക്കുന്നുണ്ട്. ഷിബേഷ സംസാരിക്കാൻ പറ്റുമോ ഇപ്പോൾ? ഷിബേഷ അവൈലബിളാണോ? യാത്രയാണെന്ന് പറഞ്ഞിരുന്നു, ഒരു പക്ഷേ കിട്ടിയില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മലയാളിയാണ്, പക്ഷേ ബാംഗ്ലൂരാണ് ഉള്ളത്. ഓവർ ടു വിജയൻ. ബാംഗ്ലൂർ IT-യിലാണ് മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. ഓവർ ടു വിജയൻ. എന്തുകൊണ്ട് ഒന്ന് പരിചയപ്പെടുത്തും, എന്തുകൊണ്ട് GST പഠിക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞ വളരെ സന്തോഷമായിരുന്നു. നമസ്കാരം എല്ലാവർക്കും. ഗുഡ് ഈവനിങ്. കേൾക്കാമല്ലോ? യെസ്. ഓക്കെ സർ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഉപമ നല്ല ഒരു ഉപമയാണ്. മറ്റേ ട്രെയിനിൻ്റെ, അതായത് സ്റ്റാർട്ടിങ് പോയിന്റ് തൊട്ട് എൻഡിങ് പോയിന്റ് വരെയുള്ള ലൈക്ക് ദാറ്റ്. എൻ്റെ മലയാളം അത്രയ്ക്ക് ഫ്ലുവൻ്റ് അല്ല, എന്നാലും ഞാൻ മലയാളത്തിൽ സംസാരിക്കാം. ഞാൻ ജനിച്ചത് നാട്ടിലാണ്. എൻ്റെ നാട് ഒറ്റപ്പാലം, പാലക്കാട്. പഠിച്ചതൊക്കെ ബാംഗ്ലൂരാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ഒരു 14 years ആയിട്ട് IT-യിൽ വർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ എൻ്റെ ജോയ് സാറിന്റെ ഒന്ന് മ്യൂട്ട് ചെയ്താൽ മതി. സാറിന് ഇപ്പം അങ്ങോട്ട് കേൾക്കാൻ പറയുമ്പോൾ ഡബിൾ രണ്ടിടത്ത് ലോഗിൻ ചെയ്തിട്ടാ. ഞാൻ അതൊന്നും അതിന്റെ ക്യാമറയിൽ നോക്കിയതാ. ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ സൗണ്ട്. പറഞ്ഞോളൂ പ്ലീസ്. അപ്പോൾ അക്കൗണ്ടിങ്ങും മറ്റേ ഫിനാൻസുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഫീൽഡാണ് എൻ്റെ. ഞാൻ IT സെയിൽസിലാണ്. അതിൽ ഒരുപാട് നല്ല IT കമ്പനീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓട്ടോമേഷൻ എനിവെയർ, യെല്ലോ മെസ്സഞ്ചർ, അങ്ങനത്തെ കമ്പനികൾ.
കൂടാതെ അച്ഛൻ്റെ ഒരു റിയൽ എസ്റ്റേറ്റിൻ്റെ സ്ഥാപനം ഉണ്ടായിരുന്നു. അച്ഛൻ 84 തൊട്ടിട്ട് ബാംഗ്ലൂരിൽ റിയൽ എസ്റ്റേറ്റ് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് വോയിസ് കുറച്ചും കൂടെ കൂട്ടിയാൽ നന്നായിരുന്നു. ഒരു മിനിറ്റ്, ഇപ്പോൾ കേൾക്കണ്ടോ? ആ ഓക്കെ, എവിടെ? ഓക്കെ, പറഞ്ഞു വന്നത് അപ്പോൾ ഐ ടിയും പിന്നെ പാർട്ട് ടൈം ആയിട്ട് റിയൽ എസ്റ്റേറ്റും ചെയ്യുന്നുണ്ട്. കൂടുതൽ വൈകാണ്ട് മേ ബി ബൈ അബൌട്ട് ഏപ്രിൽ ഓർ മെയ് ഈ കൊല്ലത്തിൽ ഫുൾ ടൈം ഐ ടിയിലേക്ക് മാറും. അപ്പോൾ അതിന് വേണ്ട ഒരു GST കാര്യങ്ങളൊക്കെ, കാരണം അച്ഛൻ പണ്ട് ഈ കൺസ്ട്രക്ഷൻ ലൈൻ ആവുമ്പോൾ ഒരുപാട് GST അല്ല, അപ്പോൾ സെയിൽസ് ടാക്സും മറ്റേ എക്സൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു ഓഡിറ്റർ ത്രൂ ആണ് ചെയ്തായിരുന്നത്. ഇപ്പോൾ നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നത് നല്ലതാണ് എന്നുള്ള ഒരു ഇൻറ്റൻഷനിലാണ് ഞാൻ ഈ കോഴ്സിന് ചേർന്നത്. പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് വൈഫും 2 കുട്ടികളാണ്. വൈഫ് കൗൺസിലറാണ്, സൈക്കോളജിക്കൽ കൗൺസിലർ. ഇപ്പോൾ റീസെൻ്റായിട്ട് NPSൽ കയറിയിട്ടുണ്ട്. അതായത് നാഷണൽ പബ്ലിക് സ്കൂൾ എന്ന് പറയും. ഇവിടെ ബാംഗ്ലൂരിൽ ഭയങ്കര ഒരു അത്യാവശ്യം ബ്രാഞ്ചസ് ഉള്ള ഒരു സ്കൂളാണ്. മോൻ 7th പഠിക്കുന്നു, മോള് ഇപ്പോൾ 1ാം ക്ലാസ്സിലാണ്. എൻ്റെ മലയാളം അത്ര മോശമല്ലായിരുന്നു എന്ന് ഇല്ല വിചാരിക്കും. മലയാളം നന്നായിരിക്കുന്നു. ഓക്കെ ഫൈൻ. എനിക്ക് സത്യത്തില് പരിചയം, എനിക്ക് വിജയനെയൊക്കെ പരിചയം വിജയന്റെ വൈഫ് വഴിയാണ് ശരിക്കും പറഞ്ഞാൽ. അത് ഞാൻ പറയാൻ വിട്ടുപോയി സാർ. ട്രെയിനിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോസിറ്റീവ് കമ്മ്യൂണിറ്റി എന്ന ഓർഗനൈസേഷനായിട്ട് ബന്ധപ്പെട്ട് അവരാണ് എനിക്ക് കൂടുതൽ കണക്ഷൻസ് ഉണ്ടായിട്ട്. എനിവേ വളരെ സന്തോഷം. ഈ നമ്മുടെ ഒരു പാച്ചിലുള്ള 1-2 പേര് ഒഴിച്ചിരുന്ന് കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഫ്ലോറിലല്ലാത്തവരും ഈ ട്രെയിനിൽ എല്ലാവരും സംസാരിച്ചു എന്നാണ് എൻ്റെ ഒരു ധാരണ. അംബിക M. ഹായ് സർ, അംബിക കേൾക്കാവോ സാറേ? എന്നാണ് ബാച്ച് നേരത്തെ സ്റ്റുഡൻ്റ് ആണ്. ഒരു പ്ലീസ് നന്നായിട്ട് പരിചയപ്പെടുത്തിക്കോളൂ പ്ലീസ്. എൻ്റെ പേര് അംബിക എന്നാണ്. ഞാൻ കാസർഗോഡ് നിന്നാണ്. ഞാൻ ടാക്സ് കൊച്ചിയുടെ GST 3rd ബാച്ചിലുണ്ടായിരുന്നു. ഞാൻ സോമൻ സാർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ബുദ്ധിമുട്ടിക്കാറുണ്ട്. ഞങ്ങൾ ബിസിനസ് ആണ് ചെയ്യുന്നത്. ഞങ്ങൾ 2 പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നടത്തുന്നുണ്ട്. ഇപ്പോൾ പുതിയൊരു ബിസിനസ്സും കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ട്രക്ക് ബിസിനസ്. അപ്പോൾ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് മറ്റേ രണ്ടും. ആദ്യത്തേത് ഗവൺമെന്റ് ഫീൽഡിലാണ്, ഗവൺമെന്റ് കോൺട്രാക്ട് വർക്കുകൾ എടുക്കുന്നു. മറ്റേത് ബിൽഡിങ് ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ നന്നായിട്ട് പോകുന്നുണ്ട്. എനിക്ക് ഫാമിലി എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് ബിസിനസ് തന്നെയാണ്. പിന്നെ 3 കുട്ടികളാണ്. മൂത്തവൻ +1, രണ്ടാമത്തവൻ 7th, ചെറിയ കുട്ടി UKGയിൽ. ഓക്കെ, താങ്ക് യു അംബിക. നമ്മുടെ കൂട്ടത്തിൽ വേറൊരു അംബിക ഉണ്ട്. അംബിക അങ്കമാലിലാണ്, പക്ഷേ ഇവിടെ കയറിയിട്ടില്ല അന്ന്. അവര് നമ്മുടെ ടാസ്ക് കൊച്ചിയുടെ ഈ കോഴ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് CA ചെയ്തത്. വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പ്രീതയ്ക്ക് നന്നായിട്ട്, പ്രീതയുടെ ഒരു ഇതും കൂടി നന്നായിട്ട് ഗൈഡൻസ് നന്നായിട്ടുണ്ടായിരുന്നു. അവരിപ്പോൾ ഈ CA ആയിട്ട് ക്വാളിഫൈ ചെയ്തെന്നുള്ളതാണ്. ഇപ്പോൾ തൃശ്ശൂർ, അത് നമ്മുടെ ഒരു സ്റ്റുഡൻറ്റും കൂടിയാണെന്നുള്ളത് നമുക്ക് വലിയ സന്തോഷമാണ്. അംബിക പക്ഷെ ഇന്ന് ജോയിൻ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് അവര് പ്രീതയ്ക്ക് കോൺവെക്കേഷന് പോയേക്കാണ്. ഇന്ന് കോൺവെക്കേഷൻ ആണ് ഹൈദരാബാദില്. അപ്പൊ നാളെയാണ് കോൺവെക്കേഷൻ തോന്നുന്നത്. അപ്പൊ ഇന്ന് വൈകുന്നേരം പോകുമെന്ന് പറഞ്ഞിരുന്നു. സോമൻ സാറിന്റെ അയൽവാസിയാണ്. സോമൻ സാറിന്റെ സപ്പോർട്ട് എപ്പോഴും പറയാറുണ്ട് എന്റെ അടുത്ത്. എന്റെ അയൽവാസിയും ഇത് കൂടാതെ CAക്ക് സ്റ്റുഡന്റും ആയിരുന്നു. അതെ, നല്ലൊരു വിൽ പവർ ഉള്ള ലേഡിയാണ്, പറയാണ്ട് പറ്റില്ല. അവർക്ക് അവരുടെ മകന് 20 വയസ്സ് കഴിഞ്ഞു, എന്നിട്ടാണ് അവര് CA പാസ്സാവണം എന്ന് പറഞ്ഞിട്ട് പാസ്സായത്. അതൊരു വേണം, ഞാൻ തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് ചെയ്തവരാണ്. അതെ അതെ, മുഴുവൻ അറിയാം. അവരുടെ 2 പേരൻസും ഉണ്ട്. അതായത് ഹസ്ബൻഡിന്റെ സൈഡിലെ പേരൻസും ഉണ്ട്, ഇവരുടെ സൈഡിലും പേരൻസും ഉണ്ട്. എല്ലാരെയും നോക്കി എല്ലാവരെയും ഇവര് തന്നെയാണ് നോക്കുന്നത്, ഇൻലോസിനെയും പാരന്റ്സിനെയും. അതെ അതെ. അപ്പോ അത് നമ്മളെ സംബന്ധിച്ച വലിയ സന്തോഷം, അഭിമാനമുള്ള ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് എത്രത്തോളം നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇടയ്ക്ക് എന്നെയൊക്കെ വിളിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നമ്മൾ കൃത്യം പറയാൻ കാരണം. പ്രീതയാണ് ശരിക്കും എക്സാം ഒക്കെ പറഞ്ഞ സമയത്ത് നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുത്തത്, പ്രത്യേകിച്ച് ഇൻകം ടാക്സ് ആയിട്ടൊക്കെ ബന്ധപ്പെട്ട്. അപ്പോൾ നമ്മൾ പറയണതെന്ന് വെച്ചാൽ
നമ്മൾ ആരാണെങ്കിലും നമ്മൾ കൂടെ നമ്മുടെ ഭാഗത്ത് ഏതൊക്കെ തരത്തിലുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അത് നമുക്ക് നമ്മുടെ സ്റ്റുഡന്റ് അല്ലെങ്കിൽ പോലും നമുക്ക് കൊടുക്കാൻ പറ്റും. ആ ഒരു സപ്പോർട്ട് നമ്മൾ ആരും എപ്പോഴും ഉണ്ടാവും. അതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നത് ഒരുവിധം എല്ലാവരും പരിചയപ്പെട്ടു പോയി എന്നുള്ള എൻ്റെ ധാരണ. എനിക്ക് പറയാനുള്ളത്, പുതിയ ബാച്ചിലുള്ള ആളുകൾ പറയാനുള്ളത്, നിങ്ങളുടെ കൂടെ ഈ ഇതിന്റെ ഇടയ്ക്ക് പഴയ ബാച്ചിലെ ആളുകളും എവിടെയെങ്കിലുമൊക്കെ സീറ്റിലോ ബെർത്തിലോ ഒക്കെ കിടക്കുന്നുണ്ടാവും, ഇരിക്കുന്നുണ്ടാവും. അവരവിടെ ഇരുന്നോട്ടെ, നിങ്ങളുടെ കൂടെ അവരും കൂടി ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അവർ നമുക്ക് ഒരുമിച്ചുള്ള യാത്രയിൽ അവരെ കൂടെ കൂട്ടിയിട്ടായിരിക്കും നമ്മുടെ യാത്രയൊക്കെ ഉണ്ടാവുക. ഒരു പക്ഷേ പല ആളുകളും ഇന്നും ജോയിൻ ചെയ്തിട്ടില്ല, ഉണ്ടാവും. ഒരു പക്ഷേ നാളെ മറ്റന്നാളൊക്കെ അടുത്ത് വരുന്ന ബാച്ചുകളൊക്കെ ജോയിൻ ചെയ്യും. നമുക്ക് വരുമ്പോൾ നമുക്ക് പരിചയപ്പെടാം. പക്ഷേ ഈ 7th ബാച്ചിൽ ജോയിൻ ചെയ്തുള്ള ആളുകൾ അത് ഒരു നമുക്ക് ആ രീതി തന്നെയാണ് അതിന് മുന്നോട്ട് പോകുക. മറ്റവർക്ക് ഓൾറെഡി പഠിച്ചതിന്റെ ഭാഗമായിട്ട് ഒരു അപ്ഡേഷന്റെ ഭാഗമായിട്ട് ജോയിൻ ചെയ്യാം. അസൈൻമെന്റ് ഒക്കെ ഒരു പക്ഷേ അവർക്ക് ഉണ്ടായിന്ന് വരില്ല, ഒരു പക്ഷേ നിങ്ങൾക്കായിരിക്കും അസൈൻമെന്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു പുസ്തകം, ഒരു പേനൊക്കെ ഉണ്ടാക്കി വെക്കണം. കറക്റ്റ് നമുക്ക് 7:55 ആകുമ്പോൾ സൂം ഓപ്പൺ ആയിരിക്കും, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കാരണം നിങ്ങൾ ആരെങ്കിലും ഒരാൾ 7:55 വരികയും മറ്റൊരാൾ 8:10 വരുമ്പോൾ നമുക്ക് സെഷൻ തുടങ്ങാൻ ഡിലേ. അറിയാലോ, മാക്സിമം ഇതിൽ ആളുകൾ എന്ന് പറയുന്നത് 18-19 പേരാണ്. പിന്നെ മറ്റവരും കൂടി വരുമ്പോൾ ഏകദേശം ഒരു 25 പേരോടൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ഉണ്ടാവും, പഴയ ആളുകൾ കൂടി. അപ്പോൾ യാതൊരു കാരണവശാലും നിങ്ങൾ ലേറ്റ് ആവരുത്. ഇനി എന്തെങ്കിലും ചെറിയൊരു കാര്യം എനിക്ക് മനസ്സിലാവും, പക്ഷെ നമുക്ക് 8 മണിക്ക് തുടങ്ങിയാൽ ഒരു 8:05 സെഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു 5-10 മിനിറ്റ് ഒക്കെ തലേ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. എനിക്കിപ്പോൾ പറയാനുള്ളത്, നിങ്ങളെ 1-2 പേര് ഞാൻ ഈ സംസാരിച്ചപ്പോൾ ഞാൻ എന്തുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞാൽ, ചില ആളുകളുടെ ഡാറ്റ സ്പീഡ് നെറ്റ്വർക്കിലൊക്കെ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒന്നും കൂടി സ്ട്രോങ് ആക്കി എടുക്കണം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് 8 മണിക്ക് തുടങ്ങിയാൽ നമ്മൾ കൃത്യം 9:30 അവസാനിപ്പിക്കും. യാതൊരു കാരണവശാലും 9:00 ശേഷം വിട്ടു പോകില്ല. അങ്ങനെ എവിടെയെങ്കിലും നമ്മൾ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷൻ പിറ്റേ ദിവസമായിരിക്കും ചെയ്യേണ്ടത്. കാരണം വെച്ചാൽ സമയം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പക്ഷേ 9:30 അവസാനിപ്പിക്കണമെങ്കിൽ നിങ്ങൾ 8 മണിക്ക് ഫ്ലോറിൽ ഉണ്ടാവണം. മെസ്സേജുകളെല്ലാം നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കിട്ടും. പിന്നെ ആ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഓൾറെഡി. ആ ഗ്രൂപ്പിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ ഗ്രൂപ്പ് നിങ്ങൾ പിൻ ചെയ്ത് വെക്കുക. പിന്നെ എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം, 24/7. ഡോണ്ട് വറി. ഏത് സമയം ഒന്നും നോക്കേണ്ട കാര്യം. എനിക്ക് മെസ്സേജ് ഇട്ട് വെച്ചാൽ ഞാൻ തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. അതാണ് എനിക്ക് ഒരു ഈ ടാസ്ക് കൊച്ചി ട്രസ്റ്റിന്റെ ഭാഗമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാൻ. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ കുറേ അപ്ഡേഷൻസ് ഉണ്ട്. അത് നമുക്ക് പിന്നീട് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് കോഴ്സിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ നമുക്ക് അതിന് പറയാം. ഞാനൊരു ചെറിയ കഥയും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. ഒരു വീട്ടില് ഭയങ്കര എലിശല്യമായിരുന്നു. എലിശല്യം വന്നപ്പോൾ സാധാരണ നമ്മളെല്ലാവരും ചെയ്യുന്ന മാതിരി ഒരു പൂച്ചയെ ഗൃഹനാഥൻ വളർത്തും. ഈ പൂച്ചയ്ക്ക് യഥാർത്ഥ സമയങ്ങളിൽ ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നു. രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് കൃത്യസമയത്ത് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ എലികളുടെ ശല്യം തീരുന്നില്ല എന്ന് മാത്രമല്ല, എലികളുടെ എണ്ണം വർദ്ധിക്കുക മാത്രമേ ഉണ്ടായി. എലികളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ വീട്ടുടമസ്ഥന് ഭയങ്കര പ്രശ്നമായി. കാരണം വെച്ചാൽ ഞാൻ ഈ പൂച്ചയുടെ വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, പൂച്ചയ്ക്ക് സമയാസമയം ഭക്ഷണം കൊടുക്കുന്നുണ്ട്, പൂച്ചയെ ഞാൻ വളർത്തുന്നത് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ആ പർപ്പസ് പൂച്ച ഒരു എലിയെയും കൊല്ലുന്നില്ല. എന്തായാലും ആ വീട്ടുടമസ്ഥൻ വേറൊരു കൺസൾട്ടൻസിയെ കണ്ടു സംസാരിച്ചു, എന്ത് ചെയ്യണം ചോദിച്ചു. ഉടനെ പറഞ്ഞു, നീ വേറെ പൂച്ചയും കൂടി വീട്ടിൽ വളർത്തുക, പക്ഷെ ആ പൂച്ചയ്ക്ക് യാതൊരു കാരണവശാലും ഭക്ഷണം കൊടുക്കരുത്. കൃത്യമായിട്ട് ആ പൂച്ചയെ വീട്ടിൽ വരുത്തി. ആ പൂച്ചയ്ക്ക് യാതൊരു തരത്തിലുള്ള ഭക്ഷണം കൊടുത്തില്ല. മറ്റേ പൂച്ചയ്ക്ക് കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നു. ആ പൂച്ച വളർന്നു തടിച്ചു എന്നതല്ലാതെ രണ്ടാമത്തെ പൂച്ചയ്ക്ക് കൊടുത്തില്ല. പക്ഷെ 3 ദിവസത്തിനുള്ളിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാ എലികളുടെയും ശല്യം തീർന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാവരും കംഫർട്ട് സോണിലാണ്. നമുക്ക് എല്ലാം കൃത്യമായിട്ട് നമുക്ക് പല സ്ഥലത്തു നിന്നും കിട്ടും. നമ്മൾ കൃത്യമായിട്ട് കംഫർട്ട് സോണിൽ ഇരുന്നാൽ നമ്മളൊന്നും പഠിക്കില്ല. കാരണം നമ്മൾ മടിയന്മാരായിട്ട് മാറും. കംഫർട്ട് സോണിൽ ഇരുന്നാൽ നമ്മൾ ബ്രേക്ക് യുവർ കംഫർട്ട് സോൺ. വിശപ്പുള്ള പൂച്ചയായിട്ട് മാറിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റുള്ളൂ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ 1ാമത്തെ ദിവസം വിശപ്പുള്ള പൂച്ചയായിട്ട് മാറാൻ പറ്റണം. GST എന്ന ആ എലിയെ പിടിക്കാൻ വലിയ മനസ്സ് തുറന്നു വെച്ചിട്ട് പൂച്ചയായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റിയാൽ ആ GST എന്ന എലിയെ പിടിക്കാൻ ഞങ്ങളൊക്കെ ഉണ്ടാവും, വലയും കൂടുമൊക്കെ വെച്ചിട്ട്. പക്ഷെ എന്ത് വേണം? വിശപ്പുള്ള ഒരു പൂച്ചയായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയണം. അപ്പോൾ ഭക്ഷണം നമ്മൾ കുറച്ചേ തരുള്ളൂ. ഭക്ഷണം തേടി പിടിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. നമ്മളതിനുള്ള വഴികൾ പറഞ്ഞു തരും. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഇന്ന് വൈകുന്നേരം കിടന്നുറങ്ങുമ്പോൾ
ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നുള്ളതല്ല, ചൊട്ടയിലെ ശീലം മാറ്റുന്നത് വരെ. നിങ്ങളുടെ പ്രയോറിറ്റീസ് മാറ്റി റീസെറ്റ് ചെയ്യും. ഈ ഒരു 2 മാസം വൈകുന്നേരങ്ങളിൽ ഒരു 7 മണി മുതൽ 8 മണി മുതൽ 9:30 വരെ മാറ്റി വയ്ക്കുക. ആ സമയം മാത്രം പോരാ, കുറച്ചും ചില അസൈൻമെന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ സമയം മാറ്റി വെച്ച് 2 മാസം അല്ലെങ്കിൽ ഫെബ്രുവരി 5 മുതൽ മാർച്ച് 25-ാം തീയതി വരെയുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഷെഡ്യൂൾ ഇട്ടിട്ടുണ്ട്, കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. കൂടെ നമുക്ക് സപ്പോർട്ട് ഉണ്ട്, ഡോണ്ട് വറി. അതാ സമയങ്ങളിൽ നിങ്ങൾക്ക് കൃത്യമായ സമയത്ത് തന്നെ പറഞ്ഞു തരും. വിശപ്പുള്ള ഒരു പൂച്ചയായിട്ട് മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ആ വിശപ്പിനുള്ള എലികളെ പിടിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. നമുക്ക് മാർച്ച് കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെയുള്ള പൂച്ചകളായിട്ട് മാറും എന്ന് നമുക്ക് നോക്കാം. സ്നേഹത്തോടെ നിങ്ങളെല്ലാവരുടെയും ഇതിൻ്റെ കൂടെ ഞാൻ ഈ കൂടുതൽ നീട്ടുന്നില്ല. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ആവശ്യമുണ്ട്, പഴയ ആളുകളെ സപ്പോർട്ട്. പരസ്പരം നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ എന്താണ് ചെയ്യുന്നത്? പരസ്പരം നിങ്ങളുടെ ടീമിലുള്ള അംഗങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത്യാവശ്യം ഷെയറിങ് നോളജ് ഉണ്ടാവണം. ഞാൻ വരുന്നു, ക്ലാസ്സിൽ പങ്കെടുക്കുന്നു എന്നൊരു അക്കൗണ്ടബിലിറ്റി കൂടി നമുക്ക് ഉണ്ടാവണം. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ റെസ്പോൺസും ഉണ്ടാവണം, അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം. നമ്മൾ ഒരുമിച്ചാണ് പഠിക്കേണ്ടത്, ഒറ്റയ്ക്കല്ല. ഒരുമിച്ച് പഠിച്ച് മുന്നോട്ട് പോകണം. ഒറ്റയ്ക്ക് പോകാൻ നമുക്ക് എവിടെയും പോകാം, പക്ഷെ ഒരുമിച്ച് പോകുമ്പോഴാണ് അതിന് വലിയ സന്തോഷവും ജീവിതം മനോഹരമാണ്. നമ്മുടെ ടച്ച് കൊച്ചിയുടെ ഒരു ലോഗോ എന്ന് പറയുന്നത് തന്നെ ലെറ്റ് us ലേൺ ടുഗദർ, ലെറ്റ് us ഏൺ ടുഗദർ, ലെറ്റ് us ഗ്രോ ടുഗദർ എന്നാണ്. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് വളരാം, ഒരുമിച്ച് സന്തോഷിക്കാം, ഒരുമിച്ച് സമ്പാദിക്കാം. ഈ ഒരു കൺസെപ്റ്റോട് കൂടി ഞാൻ ഇന്ന് ഇവിടെ നിർത്തുകയാണ്. മോഹനപ്രിയ നമ്മുടെ കൂടെയുണ്ട്. ഷീ മേ ജോയിൻ, ഐ ഡോണ്ട് നോ, ബട്ട് ലെറ്റ് us see. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഒരു പക്ഷേ ചിലപ്പോൾ കുറച്ചും കൂടി കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി നമ്മൾ മലയാളത്തിൽ മാത്രം പഠിച്ചാൽ പോരാ. നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഒരു ക്ലാസ്സിൽ പുറത്ത് പോയി സംസാരിക്കുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് വളരെ അത്യാവശ്യം. നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു കംഫർട്ട് സോണിലാണ് എപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ക്ലാസ് കുറച്ചും കൂടി ഇംഗ്ലീഷിലേക്കും കൂടി ഒന്ന് മാറ്റും. പക്ഷേ മലയാളത്തിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യും. പക്ഷേ മറ്റൊരാളും കൂടി കൂടെയുണ്ട്. അപ്പോൾ ഒരാൾക്ക് നമുക്ക് മലയാളം അറിയില്ല എങ്കിൽ അവരെയും കൂടി ചേർത്ത് പിടിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട്. അത് നമ്മുടെയും കമ്മ്യൂണിക്കേഷൻ അങ്ങനെ തന്നെ ആവണം. എങ്കിൽ നമുക്കൊക്കെ ഉള്ള ആ ഒരു കംഫർട്ട് സോണിൽ പുറത്ത് കിടക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ വിശപ്പുള്ള ഒരു പൂച്ചയായിട്ട് മാറാൻ കഴിയട്ടെ. നാളെ വൈകിട്ട് കൃത്യം 7:55 കാണാം. ടിൽ ദെൻ, ഗുഡ് നൈറ്റ്, സൈൻ ഓഫ്. Good night, sir. Good night, sir. Thank you, everyone. Thank you. Good night. Good night, sir. Thanks, sir. Good night, sir. Good night.